aromamari.com-ല് നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരു നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സജീവ് എം അവറുകൾ. ദൈവദാസന്റെ ജീവിതാനുഭവം, സാക്ഷ്യം അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. പ്രേക്ഷകരെ, നിങ്ങൾ നിരവധി സാക്ഷ്യങ്ങൾ കേട്ടിട്ടുള്ള പ്രിയപ്പെട്ടവരാണ്. ഓരോ സാക്ഷ്യവും തികച്ചും വ്യത്യസ്ത ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയവരുടെ അനുഭവ സാക്ഷ്യങ്ങളാണ്. ആകയാൽ കർത്തദാസൻ സജീവന്റെ സാക്ഷ്യം കേൾവിക്കാരുടെ ജീവിതത്തിൽ സാധാരണയിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു അനുഭവത്തിലേക്ക് നിങ്ങളെ നടത്തുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഇത്രയധികം അനുഭവങ്ങളിലൂടെ ദൈവം കടത്തിവിട്ട് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അത്ഭുതകരമായി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാക്ഷ്യം പ്രേക്ഷകരുടെ ജീവിതത്തിൽ വലിയ നിലയിൽ സ്വാധീനം ചെലുത്തുവാൻ ഇടയായിത്തീരുമെന്നുള്ള കാര്യത്തിന് രണ്ട് പക്ഷമില്ല. ആകയാൽ വളരെ ശ്രദ്ധയോടെ, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. എനിക്കറിയാം ഈ സാക്ഷ്യം നിങ്ങൾ പല ആവർത്തി കേൾക്കും. നിങ്ങൾക്ക് അത്രയധികം അനുഗ്രഹമായി തീരുന്ന ഈ സാക്ഷ്യം മറ്റുള്ള പ്രിയപ്പെട്ടവർ കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ മെസ്സേജ് ആയിട്ട് അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്കും ഓൺലൈനിലൂടെ സംബന്ധിക്കാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന് വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സജീവ് എം അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എനിക്കും അരോമ ടി വിയിൽ ഒരു ഭാഗവാക്കാകുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കിയ വിലപ്പെട്ട നിമിഷങ്ങൾക്കായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ ഈ പ്രോഗ്രാമിലേക്ക് എൻ്റെ ടെസ്റ്റ് മണി പറയുവാൻ ക്ഷണിച്ച പാസ്റ്റർ ഡാനിയൽ ജോൺ അവർക്കും അരോമ ടി വിക്കും സർവശക്തനായ ദൈവത്തിനും പ്രാരംഭമായിട്ട് എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എൻ്റെ പേര് സജീവ് എന്നാണ്. ഞാൻ വിവാഹിതനാണ്. ഭാര്യ, 3 മക്കൾ എനിക്കുണ്ട്. ഭാര്യയുടെ പേര് ദീപ എന്നാണ്. മൂത്ത മോൻ അഭിഷേക്, രണ്ടാമത്തെ മോൻ ആരോൺ, മൂന്നാമത്തെ മകളാണ് ഏഞ്ചൽ. ഞാൻ അരോമ ടി വിയിലെ ചില പ്രോഗ്രാമുകളൊക്കെ കാണുവാൻ ഇടയായി തീർന്നു. ഇത് വളരെ സന്തോഷകരമായ ഒരു പ്രോഗ്രാമാണ് ഇതിനകത്ത് നടക്കുന്നത്. കാരണം ഇന്ന് ഒത്തിരി സാക്ഷ്യങ്ങൾ പുറലോകമറിയാതെ പലരുടെയും ജീവിതത്തിൽ ഒളിഞ്ഞും മറഞ്ഞും കിടപ്പുണ്ട്. അങ്ങനെ മറഞ്ഞു കിടക്കുന്ന അനേകരുടെ സാക്ഷ്യങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ അരോമ ടി വിക്ക് ദൈവം കൊടുത്ത ദർശനത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ ദിവസങ്ങളിൽ അനേക പ്രിയപ്പെട്ടവരുടെ ജീവിത സാക്ഷ്യങ്ങൾ ഞാനും കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇത് അനേകർക്ക് ആശ്വാസമാകും, അനേകർക്ക് അനുഗ്രഹമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു വചനത്തെ വേണമെങ്കിൽ മറ്റൊരു വചനം കൊണ്ട് ഗണ്ണിക്കാം, എന്നാൽ ഒരു സാക്ഷ്യത്തെ മറ്റൊരാൾക്കും
ഗണ്ണിക്കാൻ കഴിയത്തില്ല. കാരണം കർത്താവ് ജീവനിലൂടെ നടത്തുന്ന അനേക അനുഭവങ്ങളാണ് സാക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആരോമ ടി വിയിലെ അനേക ദൈവദാസന്മാരുടെ, അനേക ദൈവദാസിമാരുടെ സാക്ഷ്യങ്ങൾ ഈ ലോകത്തിൽ ഇത് കാണുന്ന അനേകരുടെ ജീവിതത്തിന് അനുഗ്രഹവും ആശ്വാസവും പ്രത്യാശയും നൽകുന്നതും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനും കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിനായിട്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടെ നന്ദി കരയറ്റുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പേര് സജീവ് എന്നാണ്. ഞാൻ ജനിച്ചതും വളർന്നതും തിരുവനന്തപുരം ജില്ലയിലാണ്. എന്നാൽ ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കടുത്ത് ഉപ്പുതറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഞാനൊരു സഭാ ശുശ്രൂഷകനാണ്. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഡിനോമിനേഷനിൽ കർത്താവിന്റെ വേരോടുള്ള ബന്ധത്തിൽ ഞാൻ കഴിഞ്ഞ 21 വർഷമായിട്ടായിരിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഞാനൊരു കത്തോലിക്ക ദൈവസഭയിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. എനിക്ക് പിതാവുണ്ട്, മാതാവുണ്ട്, ഒരു ബ്രദർ ഉണ്ട്, ഒരു സിസ്റ്റർ ഉണ്ട്. ഞങ്ങളെല്ലാവരും ആ ഒരു നിലകളിലാണ് ജനിച്ചു വളർന്നത്. എന്നാൽ എൻ്റെ ചെറുപ്രായം മുതൽ ഞാൻ ദൈവത്തിങ്കൽ നിന്ന് അകന്ന് ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. വേദപാഠം പഠിച്ചിട്ടുണ്ട്, ബൈബിളിനെ കുറിച്ച് അല്പമൊക്കെ അറിയാം, എന്നാൽ ഒത്തിരി ഒന്നും അറിവില്ലായിരുന്നു. എന്നാലും നല്ലൊരു ഭക്തനായി ജീവിക്കണമെന്നും നന്നായി ജീവിക്കണമെന്നും എന്നെക്കുറിച്ച് എൻ്റെ മാതാപിതാക്കൾ ആഗ്രഹിച്ചിരുന്നു. എന്നെ ഒരു വൈദികനാക്കാൻ അവർ ആഗ്രഹിക്കുകയും നേർച്ച നേരുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ഞാൻ. എന്നാൽ എൻ്റെ കുഞ്ഞു പ്രായം മുതൽ, ചെറുപ്രായം മുതൽ, എൻ്റെ യൗവനത്തിലേക്ക് ഞാൻ കാലുകൾ വെക്കുന്ന സമയം മുതൽ ഞാൻ തികഞ്ഞ ഒരു മദ്യപാനിയായി ഈ ലോകത്ത് ജീവിക്കുവാൻ ഇടയായിട്ടുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ബലഹീനത ഫ്രണ്ട്ഷിപ്പായിരുന്നു. ഒത്തിരി കൂട്ടുകാർ, വിവിധ ജാതി മതത്തിലുള്ള അനേക കൂട്ടുകാർ എനിക്കുണ്ടായിരുന്നു. 100 കണക്കിന് കൂട്ടുകാര് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ ജീവിതം പലപ്പോഴും എൻ്റെ ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായി എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ ജീവിതം നയിച്ചിരുന്നത്. ചെറുപ്രായം മുതൽ അവരോടൊപ്പം ചേർന്ന് മദ്യപാനവും മയക്കുമരുന്നിന്റെ ഉപയോഗവും അതുപോലെ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ഒക്കെ ആയിട്ട് എൻ്റെ ചെറുപ്രായം മുഴുവൻ ഞാൻ തന്നെ നശിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ ഒന്നുകൂടെ കയറ്റി പറഞ്ഞ, എൻ്റെ പിതാവും തികഞ്ഞ ഒരു മദ്യപാനിയായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു തോട്ടം തൊഴിലാളിയായിരുന്നു. അദ്ദേഹം ഒരു വലിയ റബ്ബർ എസ്റ്റേറ്റിലെ ഒരു ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു. പിതാവും തികഞ്ഞ ഒരു മദ്യപാനിയായിരുന്നു. ഒരു മദ്യപാനിയുടെ കുടുംബത്തിലെ എല്ലാ അന്തരീക്ഷങ്ങളും എൻ്റെ കുടുംബത്തിനകത്തും ഉണ്ടായിരുന്നു. ഒരു സമാധാനമില്ലാതിരുന്ന, സ്വസ്ഥതയില്ലാതിരുന്ന, എന്നും അടിയും വഴക്കും പ്രശ്നങ്ങളും മാത്രം നിറഞ്ഞ ഒരു ബാല്യകാലമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ വലുതാകുമ്പോൾ, ഞാനൊരു ചെറുപ്പക്കാരനാകുമ്പോൾ ഞാൻ ഒരിക്കലും മദ്യപിക്കത്തില്ല, ഞാൻ എൻ്റെ അമ്മയെയും സഹോദരങ്ങളെയും ഒക്കെ നന്നായി നോക്കും എന്നൊക്കെയുള്ള ഒരു വലിയ ആഗ്രഹവും പ്രത്യാശയും എനിക്കുണ്ടായിരുന്നു. പക്ഷേ അത് തെറ്റിപ്പോയി. അത് ചെറുപ്രായം മുതൽ തന്നെ ഞാനും ഒരു മദ്യപാനിയായിട്ട് മാറുവാനിടയായിട്ടുണ്ട്. ഒരിക്കലും നിർത്താൻ കഴിയാത്ത നിലകളിൽ, രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോഴും മദ്യം ആവശ്യമാകുന്ന നിലകളിൽ എൻ്റെ ജീവിതവും മാറ്റപ്പെടുവാനിടയായിത്തീർന്നു. അത് മാത്രമല്ല, ഞാൻ എൻ്റെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നതിന് മുൻപേ കർത്താവായ യേശുക്രിസ്തുവിനെ അറിയുന്നതിന് മുൻപേ മദ്യപാനം മാത്രമല്ലായിരുന്നു, എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയും മറ്റു പലർക്കും വേണ്ടിയും കാശിന് വേണ്ടിയും ഒക്കെ മറ്റുള്ളവരെ തല്ലാനും ഉപദ്രവിക്കുവാനും ഒക്കെ പോകുന്ന ഒരു രീതിയും എനിക്കുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ, ജീവിതം താളം തെറ്റിയ ട്രെയിൻ പോലെ, പാളം തെറ്റിയ ട്രെയിൻ പോലെ എൻ്റെ ജീവിതം മുന്നോട്ടോടി ലക്ഷ്യമില്ലാത്ത ഓട്ടത്തിലൂടെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ സമാധാനമോ സ്വസ്ഥതയോ അനുഭവിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. ജീവിതത്തിൽ കുടുംബത്തിനകത്ത് സമാധാനമില്ല. എൻ്റെ മറ്റു ജീവിത സാഹചര്യങ്ങളിൽ എനിക്ക് സമാധാനമില്ല. സമാധാനവും സന്തോഷവും എന്നേക്കുമായി നഷ്ടപ്പെട്ട ഒരു അനുഭവമായിരുന്നു ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു കേസിൽ അകപ്പെടുകയും ചില നാളുകൾ ജയിലിൽ കഴിയുകയും ഒക്കെ ചെയ്യേണ്ടി വന്നു. ഞാൻ അന്ന് ജയിലിൽ കിടന്ന് പഠിച്ചൊരു പാഠം, എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാൻ മറ്റുള്ളവരെ തല്ലുവാനും ഉപദ്രവിക്കുവാനും ഒക്കെ പോയി. ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തുക്കൾ പോലും എന്നെ കാണാൻ വന്നില്ല. അതെന്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചു. എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി തല്ലാനും ചാകാനും വരെ റെഡിയായിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഞാൻ. അന്ന് ജയിലിൽ കടന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നടന്ന എനിക്കൊരു അബദ്ധം പറ്റിയപ്പോൾ, എനിക്കൊരു അനർത്ഥം വന്നപ്പോൾ, ഞാൻ ജയിലിലായപ്പോൾ എന്നെ കാണാൻ ഒരാൾ പോലും വന്നില്ലല്ലോ എന്നൊരു ചിന്ത എന്നെ വല്ലാതെ ഭരിച്ചു. ഞാൻ അവിടെ നിന്ന് ഒരു തീരുമാനമെടുത്തു. ഞാൻ പുറത്തിറങ്ങുമ്പോൾ എനിക്കിനി ഈ കൂട്ടുകാർ വേണ്ട. ആ ഒരു നിലകളിലേക്ക് വന്നു. ചില നാളുകൾ കഴിഞ്ഞു എൻ്റെ അപ്പൻ എന്നെ
ജാമ്യത്തിൽ പുറത്തിറക്കി. ഞാൻ പുറത്തു വരുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ ജയിലിൽ പോകാനുണ്ടായ സാഹചര്യം ഞാനൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു CSI ദൈവസഭയിലെ ഒരു പുരോഹിതനുമായിട്ടുണ്ടായിരുന്ന ചെറിയൊരു പ്രശ്നത്തിന്റെ പേരിൽ അദ്ദേഹത്തെ ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും ചേർന്ന് വീട് കയറി ആക്രമിച്ചു. ആ പുരോഹിതന്റെ 6 പല്ലുകൾ ഞാൻ ബൈക്കിന്റെ ചെയിന് വെച്ച് അടിച്ചു പറിച്ചു. അദ്ദേഹത്തിന്റെ മകനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും വളരെ ക്രൂരമായി ഞാൻ മർദ്ദിച്ചു. ഈ സമയം എനിക്ക് 17.5 വയസ്സാണ് ഉണ്ടായിരുന്നത്. 17.5 വയസ്സിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ അടിമയായിരുന്ന ഞാൻ ആ ഒരു വലിയ ക്രൂരകൃത്യം ചെയ്യാനിട എൻ്റെ അപ്പന്റെ പ്രായമുള്ള ഒരു പുരോഹിതനെ അദ്ദേഹത്തിന്റെ വീട് കയറി ഉപദ്രവിച്ചു. തൽഫലമായിട്ട് ഞാൻ ജയിലിൽ അടയ്ക്കപ്പെട്ടു. തിരുവനന്തപുരത്ത് അട്ടക്കുളങ്ങരയിലുള്ള സബ് ജയിലിൽ ഞാൻ അടയ്ക്കപ്പെടുവാനിടയായി തീർന്നു. ചില നാളുകൾ ഞാൻ അവിടെ കിടക്കേണ്ടത് റിമാൻഡ് പ്രതിയായിട്ട് അവിടെ കിടക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നു. അവിടെ നിന്ന് എൻ്റെ പപ്പ എന്നെ ജാമ്യത്തിൽ പുറത്തു കൊണ്ടുവന്നു. പുറത്തു കൊണ്ടുവരുമ്പോൾ ജയിലിൽ കിടന്നിട്ട് ഞാനെടുത്ത തീരുമാനം ഇനി എനിക്ക് സുഹൃത്തുക്കൾ വേണ്ട എന്നതായിരുന്നു. പക്ഷേ ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയതിനേക്കാൾ അധികം സുഹൃത്തുക്കളെ എനിക്ക് ലഭിക്കുവാനിടയിൽ. അന്ന് ജയിലിൽ എൻ്റെ കൂടെ കിടന്ന പല സുഹൃത്തുക്കളെ എനിക്ക് ലഭിച്ചു. പുറത്തിറങ്ങിയിട്ട് മറ്റു പലരെയും എനിക്ക് ലഭിച്ചു. ജയിലിൽ കിടന്ന സുഹൃത്തുക്കൾ മുഖാന്തരം അവരിലൂടെ അവരുടെ കോണ്ടാക്ട് പല സുഹൃത്തുക്കളെ ലഭിച്ചു. ചുരുക്കി പറഞ്ഞ ജീവിതം ഏറ്റവും പരാജയമായ ദയനീയമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി. ദൈവത്തെ മറന്നുള്ള, വീട്ടുകാരെ മറന്നുള്ള വളരെ മോശമായ ഒരു ജീവിത സാഹചര്യം എൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രൂര മനോഭാവമുള്ള, മനസ്സാക്ഷി നഷ്ടപ്പെട്ട ഒരു മനുഷ്യന് ഉടമയായി ഞാൻ മാറി. എന്തും ചെയ്യാൻ മടിക്കാത്ത സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. എൻ്റെ മാതാവിനെയും സഹോദരിയും ഒക്കെ ഞാൻ ഉപദ്രവിക്കുന്ന നിലകളിലേക്ക് കടന്നു വന്നു. അവരുടെ എനിക്ക് പണം ആവശ്യം വരുമ്പോൾ പണത്തിനു വേണ്ടി ഞാൻ പെങ്ങളെയും അമ്മയുടെയും കഴുത്തിലെ മാലയും മോതിരമൊക്കെ ഞാൻ അടിച്ചു മാറ്റുവാൻ വേണ്ടി അവരെയൊക്കെ ഉപദ്രവിച്ച് അവരെയൊക്കെ തല്ലിയിട്ട് ഞാൻ മാലയും മോതിരമൊക്കെ എടുത്തോട്ട് പോയ ചില അനുഭവങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ അതിനുശേഷം ഈ പൈസ എല്ലാം, ഈ പണം, ഈ സ്വർണമെല്ലാം കൊണ്ടുപോയി പണയം വെക്കുകയും എൻ്റെ സുഹൃത്തുക്കളോട് ഒരുമിച്ച് ദൂർത്തടിക്കുവാനും ഒക്കെ ഞാൻ ആ പണം ചിലവാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ കേസിന്റെ ഒരു വിധി വരുവാൻ ഇടയായി തീർന്നു. വിധി വരുവാൻ ഇടയായി തീർന്നു എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്ത ക്രൂരകൃത്യം അത് വളരെ വലുതായിരുന്നത് കൊണ്ട് വകുപ്പുകൾ ഒത്തിരി കൂടുതലായിരുന്നു. അതുകൊണ്ട് ഏകദേശം 7 വർഷം മുതൽ 11 വർഷം വരെ ശിക്ഷിക്കപ്പെടാനുള്ളതായ എല്ലാ വകുപ്പുകളും എൻ്റെ കേസിന് ഉണ്ടായിരുന്നു. ഞാൻ കേസിന് വേണ്ടി ഒത്തിരി പൈസ ഞാൻ മുടക്കി. എൻ്റെ വക്കീലിനും ഗുമസ്തനും ഞാൻ ഒത്തിരി പൈസകൾ കൊടുത്തു. എല്ലാ മാസവും കേസുകൾക്ക് പൊയ്ക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ കേസിന് വേണ്ടിയിട്ട് പൈസ കണ്ടെത്തുവാൻ ഞാൻ തിരഞ്ഞെടുത്തൊരു മാർഗം വ്യാജച്ചാരായ കള്ളക്കടത്തായിരുന്നു. അങ്ങനെ അത്യാവശ്യത്തിന് പൈസ കൈ കെട്ടുകയും ചെയ്യും, കേസും പറയാം, ദൂർത്തടിച്ച് ജീവിക്കുകയും ചെയ്യാം എന്ന നിലകളിൽ ആ ഒരു തൊഴിൽ തിരഞ്ഞെടുക്കുവാനിടയായിരുന്നു. എൻ്റെ ചില സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് വ്യാജച്ചാരായം കള്ളക്കടത്ത് പലയിടങ്ങളിൽ കൊണ്ടുകൊടുക്കുകയും അതിന് റീറ്റെയിൽ ആയിട്ട് വിൽക്കുകയും ഒക്കെ ചെയ്ത ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. പൈസ കയ്യിൽ വന്നു. ഓരോ ദിവസം ചെല്ലുന്തോറും ഞാൻ കുടിക്കുന്ന മദ്യത്തിന്റെ അളവിന് വർധന വന്നുകൊണ്ടിരുന്നു. എൻ്റെ ശരീരത്തിൽ ക്ഷീണങ്ങൾ വരാൻ തുടങ്ങി, പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. എവിടെ പോയാലും പ്രശ്നങ്ങളാണ്. അടിയും പിടിയും ബഹളവും മദ്യപാനവും ഇതെന്റെ ജീവിതത്തെ പാടെ തകർത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ കേസിന്റെ വിധിയാണ് ഏറ്റവും അവസാന ജഡ്ജ്മെന്റിലേക്ക് നീങ്ങുവാൻ സമയമാകുമ്പോൾ എൻ്റെ വക്കീലിനോട് ഞാൻ സംസാരിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ കേസിൽ നീ ശിക്ഷിക്കപ്പെടും, നിനക്ക് ജയിക്കാൻ കഴിയത്തില്ല, നിനക്കെതിരെയുള്ള തെളിവുകൾ ശക്തമാണ്, നിനക്കെതിരെയുള്ള സാക്ഷികൾ ശക്തമാണ്, നിനക്ക് കേസിൽ നിന്ന് ഒരു കാരണവശാലും ജയിക്കാൻ കഴിയത്തില്ല, നമുക്ക് നീ ജയിലിൽ ശിക്ഷിക്കപ്പെട്ടു പോകേണ്ടി വന്നാലും നമുക്ക് അപ്പീലിന് പോകാമെന്നല്ലാണ്ട് മറ്റൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് എൻ്റെ വക്കീൽ എന്നോട് പറയുവാനിടയായിരുന്നു. ഞാൻ ആകെ നിരാശനായി. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ഭാരപ്പെട്ടു. ഞാൻ ചിന്തിച്ചു, ഇത്രയും നാൾ മോശമായിട്ട് ജീവിച്ചു, സമാധാനമില്ല, സ്വസ്ഥതയില്ല, വീടിനകത്തുമില്ല, പുറത്തുമില്ല. ഇപ്പോ കേസിന് ശിക്ഷിക്കപ്പെടാൻ പോകുന്നു, ജയിലിൽ പോകേണ്ട സാഹചര്യങ്ങൾ പിന്നുമുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ വല്ലാതെ ഭാരപ്പെട്ട ചില സമയങ്ങൾ. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ വന്ന ചിന്ത എങ്ങനെയായിരുന്നു, എനിക്ക് വേണ്ടും വണ്ണം ഒരു സ്നേഹം, എൻ്റെ സ്വഭാവം കൊണ്ട് വീട്ടുകാർക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയുന്നില്ല, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ജീവിതം അടുത്തു, ഇനി ഈ ഭൂമിയിൽ ജീവിച്ചത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല, നാടിനും വീടിനും ഭാരമായിട്ട് ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് നല്ലതെന്ന്
ഞാൻ എൻ്റെ ഹൃദയത്തിൽ ചിന്തിക്കുവാൻ ഇടയായി. അന്നേരം ഞാൻ ഇത് എങ്ങനെ മരിക്കണം, ഏത് വിധമുള്ള മരണം തിരഞ്ഞെടുക്കണമെന്ന് ഞാൻ ചിന്തിക്കുവാൻ ഇടയായി. അങ്ങനെ ചില ദിവസങ്ങൾ ചില ആലോചനകളൊക്കെ നടത്തി, ഇന്ന ഇന്ന നിലകളിലൊക്കെ മരിച്ചാൽ മതി എന്നൊക്കെ ചിന്തിച്ചു. അവസാനം അതെല്ലാം പ്ലാനുകളും പൊളിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു തീരുമാനത്തിലേക്ക് വന്നു. എൻ്റെ വീടിന്റെ പുറകിൽ ഒരു നല്ല റബ്ബർ നിൽപ്പുണ്ട്. ആ റബ്ബറിൽ കെട്ടിത്തൂങ്ങി മരിക്കാം, തൂങ്ങിച്ചാകാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഞാൻ വരുവാനിടയായി. ഈ സംഭവം നടക്കുമ്പോൾ എനിക്ക് ഏകദേശം 22 വയസ്സ് പ്രായമാണ്. മരിക്കുവാൻ മാത്രം ഞാൻ ചിന്തിച്ചു, മരണം മാത്രം ഞാൻ ആഗ്രഹിച്ചു. കാരണം ജീവിതത്തിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല. എനിക്ക് സ്വസ്ഥത നൽകാൻ, എനിക്ക് സമാധാനം നൽകാൻ ഈ ലോകത്തിലെ ആർക്കും കഴിയത്തില്ല എന്ന ഒരു ചിന്ത എന്നെ വല്ലാതെ ഭരിച്ചു. എൻ്റെ വേദനകളൊന്ന് പറയാൻ, എൻ്റെ മനസ്സിലുള്ള സങ്കടങ്ങളൊന്ന് പറയാൻ എനിക്ക് നല്ലൊരു സുഹൃത്തില്ലാതെ പോയി. എൻ്റെ സുഹൃത്തുക്കളൊക്കെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായവരാണ്. അവരോട് ഞാൻ എങ്ങനെയാണ് എൻ്റെ സങ്കടം പോയി പറയുന്നത്? എൻ്റെ സങ്കടം പറയാൻ എനിക്കൊരാളുമില്ലാത്ത ഒരു സാഹചര്യം, തികച്ചും ഒറ്റപ്പെട്ടു പോയ ചില ദിനരാത്രങ്ങൾ, ഉറക്കമില്ലാത്ത ചില രാത്രികൾ, സമാധാനം നഷ്ടപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ. ഒറ്റ ലക്ഷ്യം മാത്രം പിന്നെ ഉണ്ടായി, മരിച്ചാൽ മതി. ഇനി ഈ ഭൂമിയിൽ ജീവിക്കുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല, മരണം മാത്രം ഞാൻ ആഗ്രഹിക്കുവാനിടയായി. ആത്മഹത്യ ചെയ്യുവാൻ പ്ലാനും പദ്ധതിയും ഒക്കെ ഒരുക്കി. അവൻ മരം കണ്ടുപിടിച്ചു, കയർ മേടിക്കണം. കയർ മേടിക്കുവാൻ പോയ ഒരു സമയമാണ് ഞാൻ യേശുവിനെ കണ്ടെത്തുവാൻ കാരണമായി തീർന്നത്. ഞാൻ കയർ മേടിക്കാൻ പോയപ്പോൾ ആ കടയിലുള്ള മുതലാളി പറഞ്ഞു, ഇപ്പോൾ കയർ ഇവിടെ ഇല്ല, അരമണിക്കൂർ കഴിയുമ്പോൾ തന്റെ ഫാദർ വലിയ മാർക്കറ്റിൽ സാധനം മേടിക്കാൻ പോയിട്ടുണ്ട്, കയറും സാധനങ്ങളൊക്കെ ആയിട്ട് വരും, അന്നേരം നല്ല കയർ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അരമണിക്കൂറോളം വെയിറ്റ് ചെയ്യണമല്ലോ എന്ന് ചിന്തിച്ച് തൊട്ടടുത്തുള്ള ഒരു തയ്യൽ കടയിൽ കയറുവാനിടയായി. അവൻ എൻ്റെ സുഹൃത്താണ്. സുഹൃത്ത് മാത്രമല്ല, എൻ്റെ അങ്കിളിന്റെ മകനാണ്, തയ്യൽ കടക്കാരനാണ്. അവനൊരു പെന്തിക്കോസ് വിശ്വാസിയാണ്. എനിക്ക് അവന് ഇഷ്ടമല്ലായിരുന്നു. കാരണം എപ്പോഴും അവൻ എന്നെ ഉപദേശിക്കും, നീ ഇങ്ങനെ നടന്നാൽ പറ്റത്തില്ല, നീ നേരെ നടക്കണം, നീ പള്ളി വരണമെന്നൊക്കെ എന്നോട് ഉപദേശിക്കുന്നത് കൊണ്ട് എനിക്ക് അവന് ഇഷ്ടമല്ല. പക്ഷേ അന്ന് അരമണിക്കൂർ വീട്ടിൽ പോയി വെച്ച് തിരിച്ചു വരണ്ടല്ലോ എന്ന് വിചാരിച്ച് അവന്റെ കടയിൽ കയറി ഞാൻ ഇരിക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ അല്പസമയങ്ങൾ അവന്റെ കടയിൽ ഇരിക്കുമ്പോൾ അവൻ എൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്, തയ്ക്കുന്നുണ്ട്, പിന്നെയും മുഖത്തേക്ക് നോക്കുന്നുണ്ട്, തയ്ക്കുന്നുണ്ട്. അവസാനം ആ ചെറുപ്പക്കാരൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യമാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ഇടയായി തീർന്നത്. അവൾ ചോദിച്ച ചോദ്യം, നീ ആത്മഹത്യ ചെയ്താൽ നീ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അവനൊരു പ്രവാചകനല്ല, ഒരു പാസ്റ്ററല്ല, ഒരു സാധാരണ വിശ്വാസി. അവന്റെ ഉള്ളിൽ ദൈവാത്മാവ് തോന്നിപ്പിച്ച ഒരു ചോദ്യം, നീ ആത്മഹത്യ ചെയ്തത് കൊണ്ട് രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഞാൻ ഞെട്ടിപ്പോയി ആ ചോദ്യത്തിന്റെ മുമ്പിൽ. കാരണം ഒരു മനുഷ്യനോടും ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന വിവരം പങ്കുവെച്ചിട്ടില്ല, ഒരാളോട് ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ ഹൃദയത്തിൽ മാത്രം ഞാൻ തീരുമാനിച്ച് ഉറപ്പിച്ച കാര്യം ഇവൻ എങ്ങനെ അറിഞ്ഞു, എൻ്റെ ചിന്ത എങ്ങനെ അറിഞ്ഞു? ഞാൻ പെട്ടെന്ന് അവനോട് ചോദിച്ചു, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന കാര്യം സുരേഷ് നിന്നോട് ആരാ പറഞ്ഞേ? അവൻ പറഞ്ഞു, എന്നോട് ആരും പറഞ്ഞതല്ല, പക്ഷെ നിന്നോടിത് പറയാൻ എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്, എനിക്കിനി ജീവിക്കണ്ട, മരണം മാത്രം മതി എനിക്ക്. എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, എന്നെ ഈ തെറ്റിൽ നിന്ന് തിരുത്തിക്കൊണ്ടുവരുവാൻ ആരുമില്ല, മരണം മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ. അവൻ എന്നെ അന്ന് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും അവൻ ആരാധനയ്ക്ക് പോകുന്ന ദൈവസഭയിലേക്ക് എന്നെ വിളിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. അവരുടെ അടുത്ത പാസ്റ്ററെ എനിക്കറിയാം, പക്ഷെ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടൊന്നുമില്ല. എൻ്റെ വീടിന്റെ അടുത്താണ് ആ ചർച്ച്. ഞാൻ ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ആൾക്കാരായിരുന്നു പെന്തിക്കോസുകാർ. കൈയടിക്കുന്നവരെ, പാടുന്നവരെ, ആരാധിക്കുന്നവരെ, അന്യഭാഷ പറയുന്നവരെ ഞാൻ ഏറ്റവും വെറുത്തിരുന്നു. അതുകൊണ്ട് ഞാൻ പാസ്റ്റർമാരോടൊന്നും അങ്ങനെ സംസാരിക്കാറില്ല. നേരെ കണ്ടാലും കാണാത്തതുപോലെ പോകുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. അന്ന് സുരേഷനെ തൻ്റെ ദൈവസഭയിൽ കൊണ്ടുപോയി അവിടുത്തെ പാസ്റ്ററോട് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ പേര് പാസ്റ്റർ സാബു പി ദാനിയൽ എന്നാണ്. അദ്ദേഹം എൻ്റെ തലമേൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മോനെ ധൈര്യമായിട്ട് പൊക്കോ, ഞങ്ങൾ കൂടെയുണ്ട്, ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ വാക്കുകൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു ബലം നൽകുവാൻ ഇടയായി തീർന്നു. പെന്തിക്കോസുകാരുടെ എന്നെ അവരോടുള്ള ആ വെറുപ്പിന്റെ ആ ഒരു ചിന്ത പതുക്കെ പതുക്കെ എൻ്റെ ഉള്ളിൽ നിന്ന് മാറി. ഞാൻ പോകാൻ ഇറങ്ങുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് വരണം. അങ്ങനെ ഞാൻ അവിടെ നിന്ന് എൻ്റെ ഭവനത്തിലേക്ക് പോയി. എന്താണെന്ന് എനിക്കറിയത്തില്ല. അന്ന് രാത്രി ഞാൻ നന്നായി ഉറങ്ങി. ഒരുപാട് നാളുകൾക്ക് ശേഷം ഉറക്കമില്ലാത്ത എൻ്റെ അനുഭവങ്ങൾ മാറി. അന്ന് രാത്രി ഞാൻ സമാധാനത്തോടെ ഉറങ്ങി. ഹല്ലേലൂയ. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഓടി പാസ്റ്റർ അടുത്തേക്ക് വന്നു. ഞാൻ പറഞ്ഞു, പാസ്റ്റർ എനിക്ക് ഇന്നലെ രാത്രി നന്നായി ഉറങ്ങാൻ കഴിഞ്ഞു, ഞാൻ നന്നായി ഉറങ്ങി. ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞു, നീ ധൈര്യമായിട്ടിരിക്കെ,
ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ പിറ്റേ ഞായറാഴ്ച ആദ്യമായിട്ട് ഞാനൊരു പെന്തക്കോസ്ത് സഭയിലേക്ക് കടന്നു പോവുകയാണ്. ഹല്ലേലൂയ. ഞാനവിടെ പോകുമ്പോൾ നല്ല കയ്യടി, നല്ല പാട്ട്, അന്യഭാഷയിലെ ആരാധനയൊക്കെ ശക്തമായി അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിൽ ചിന്തിച്ചു, ഈ ഒരു ആരാധന കഴിഞ്ഞാൽ ഞാൻ ഇനി ഒരിക്കലും പെന്തക്കോസ്തിലോട്ട് വരത്തില്ല, ഇന്നുകൊണ്ട് ഞാൻ നിർത്തും എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ച് ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ആ പാസ്റ്റർ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് അദ്ദേഹം എല്ലാവർക്കും വന്ദനമൊക്കെ പറഞ്ഞ കൂട്ടത്ത് അദ്ദേഹം ഒരു പദം ഇങ്ങനെ പറഞ്ഞു: നമ്മുടെ വാത്സല്യ സഹോദരൻ സജീവ് ഇന്ന് പകലിൽ നമ്മോടൊപ്പം ആരാധനയ്ക്ക് വന്നിട്ടുണ്ട്. ആ ഒരു പദം, നമ്മുടെ വാത്സല്യ സഹോദരൻ സജീവ് ഇന്ന് പകലിൽ നമ്മോടൊപ്പം ആരാധനയ്ക്ക് വന്നിട്ടുണ്ട്. എല്ലാവരും പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. കാരണം ഞാൻ ആ നാട്ടിലൊരു തലവേദനയായിരുന്നു. ആ സഭയിലുള്ള പല പ്രിയപ്പെട്ടവർക്കും ഞാനൊരു തലവേദനയായിരുന്നു. ആ സഭയിലെ പല പ്രിയപ്പെട്ടവരും എൻ്റെ അയൽവാസികളാണ്, എൻ്റെ ചുറ്റുപാടുകളിൽ താമസിക്കുന്നവരാണ്. അവരുമായിട്ടൊക്കെ ഞാൻ സ്ഥിരം വഴക്കാടിയാണ്, പ്രശ്നക്കാരനാണ്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എല്ലാവരും എന്നെ തിരിഞ്ഞു നോക്കി. പക്ഷെ ആ പദം എൻ്റെ ഉള്ളിൽ കിടന്നു. ഒറ്റ ഞായറാഴ്ചത്തേക്ക് വേണ്ടി ആരാധനയ്ക്ക് പോയ ഞാൻ പിന്നെ ആരാധനയ്ക്ക് പോകാൻ തുടങ്ങി. മൂന്നാമത്തെ ഞായറാഴ്ച എനിക്ക് സാക്ഷ്യം പറയാൻ അവസരം കിട്ടി. എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. ആദ്യമായിട്ട് എനിക്ക് ലഭിക്കുന്ന ഒരവസരം സാക്ഷ്യം പറയാൻ. ഞാൻ എഴുന്നേറ്റ് നിന്ന് എന്ത് പറയണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കർത്താവ് എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഞാനത് സംസാരിച്ചു. ഇവിടെ ഞാനൊരു പ്രാർത്ഥന വിഷയം പറഞ്ഞു. എൻ്റെ കേസിൽ ഞാൻ ശിക്ഷിക്കപ്പെടുകയാണ്, ഞാൻ ജയിലിലേക്ക് പോകാൻ പോവുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഇനി ഒരു സെക്കൻഡ് ഓപ്ഷൻ ഒന്നും അതിനകത്തില്ല. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നന്നായി ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, നേരോടെ നടക്കണമെന്ന് ആഗ്രഹമുണ്ട്, എൻ്റെ മദ്യപാനവും എല്ലാ സ്വഭാവങ്ങളും മാറ്റിവെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് ഞാൻ അവരോട് പറയുവാൻ ഇടയായി തീർന്നു. അന്ന് അവരെനിക്ക് വേണ്ടി വളരെ ശക്തമായി പ്രാർത്ഥിച്ചു. പിറ്റേ ആഴ്ച കേസിന് വേണ്ടി അവൻ നെയ്യാറ്റിങ്കര കോടതിയിലേക്ക് ഞാൻ കടന്നു പോവുകയാണ്. സ്തോത്രം. അന്ന് എൻ്റെ വക്കീലിന്റെ ഓഫീസിൽ ചെന്ന് പൈസയൊക്കെ അടച്ചിട്ട് പോകുമ്പോൾ പറഞ്ഞു, എടാ, നിനക്കിനി രക്ഷപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ കേസിന്റെ വിധി ഇന്ന് നടക്കുമ്പോൾ നീ ശിക്ഷിക്കപ്പെടും. നിനക്കിനി കുറെ വർഷത്തേക്ക് പുറത്തൊന്നും വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് നല്ല പൊറോട്ട ഇറച്ചിയൊക്കെ മേടിച്ച് കഴിച്ചേച്ച് ഈ കോടതിയിലോട്ട് പോയാൽ മതി എന്ന് അദ്ദേഹം തമാശയ്ക്കാണോ സീരിയസിലാണോ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം പറഞ്ഞെന്നെ ആശംസിച്ചാണ് അങ്ങോട്ട് വിടുന്നത്. എന്നാൽ ഞാൻ ഈ കോടതിയിൽ പോകുന്നതിന് തൊട്ട് മുന്നേ എൻ്റെ സഭയിൽ പോയി. ആ പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ധൈര്യമായിട്ട് പൊക്കോ, കർത്താവ് നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ആ ഒരു ധൈര്യത്തിൽ ഞാൻ കോടതിയിലേക്ക് പോകുന്നത്. വക്കീലിന്റെ വാക്കുകളൊന്നും എന്നെ വേദനിപ്പിച്ചില്ല, എനിക്ക് സങ്കടമൊന്നും തോന്നിയില്ല. ഹല്ലേലൂയ. ഞാൻ ആ കോർട്ടിലേക്ക് പോയി. ഞങ്ങളുടെ പേര് വിളിച്ചു. പ്രതികൾക്ക് നിൽക്കുന്ന കൂടുണ്ട്. ഞാൻ അതിനകത്തോട്ട് കയറി നിന്നു. എൻ്റെ കുറ്റപത്രം മുഴുവൻ അവർ വായിച്ചു. ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്നോട് ചോദിച്ചു, എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്കൊന്നും പറയാനില്ല. കാരണം എനിക്ക് നിഷേധിക്കാൻ കഴിയത്തില്ല, അവർ വായിച്ചതൊക്കെ ഞാൻ ചെയ്ത തെറ്റാണ്. എൻ്റെ പ്രതികൂലമായിട്ട് നിൽക്കുന്നത്, വാദിയായി നിൽക്കുന്നത് ഒരു പുരോഹിതനാണ്. തിരിച്ചൊന്നും പറയാൻ എൻ്റെ നാവിന് ശക്തിയില്ലായിരുന്നു. പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. എനിക്കൊന്നും പറയാനില്ല എന്ന ഒരു ഉത്തരം മാത്രമാണ് ഞാനന്ന് ജഡ്ജിയോട് പറഞ്ഞത്. ജഡ്ജി എൻ്റെ വാദിയോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അന്ന് ആ പുരോഹിതൻ ആ കോടതിയിൽ നിന്നൊരു പറഞ്ഞ ഒരു വാക്ക്, അദ്ദേഹം പറഞ്ഞു, ഇവൻ എൻ്റെ മകന്റെ പ്രായമേ ഉള്ളൂ, അവൻ ശിക്ഷിക്കപ്പെടരുത്. അതുകൊണ്ട് ഈ കേസിൽ നിന്ന് ഞാൻ ഒഴിയാൻ ആഗ്രഹിക്കുന്നു. ഈ കേസ് ഇനി കേസുമായി മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ കേസിൽ നിന്ന് ഞങ്ങൾക്കൊരു കോംപ്രമൈസ് ആവശ്യമാണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കേൾക്കണമോ? അന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, മറ്റ് വാക്കുകൾക്കൊന്നും തുലനം ചെയ്യാൻ കഴിയാത്ത ആ പുരോഹിതന്റെ വാക്കുകൾ എൻ്റെ ഹൃദയത്തെ വല്ലാണ്ടങ്ങ് പിടിച്ചു കുലുക്കുവാനിടയായി. ഞാൻ ഇത്രയും തെറ്റ് ചെയ്തിട്ടും ആ മനുഷ്യൻ എന്നോട് ക്ഷമിക്കാൻ തയ്യാറായി. എൻ്റെ കുടുംബം എന്നോട് ക്ഷമിക്കാൻ തയ്യാറായി. പ്രിയരെ, അന്ന് മജിസ്ട്രേറ്റ് പറഞ്ഞു, നിങ്ങൾ പുറത്തു നിന്ന് വക്കീലുമാരുമായിട്ട് ആലോചിച്ചിട്ട് കയറി വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി. ഒരു ചെറിയ തുക കൊടുത്ത് ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ കർത്താവ് കൃപ നൽകി. അക്കോടതിയിൽ നിന്ന് ഞാനൊരു തീരുമാനമെടുത്തു. കർത്താവെ, നീ എനിക്ക് ആയുസ്സും ആരോഗ്യം തരുന്നുവെങ്കിൽ ഇനി നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കും. ഈ ലോകത്തിന് വേണ്ടിയല്ല, നിനക്ക് വേണ്ടി ജീവിക്കും. ഞാൻ വെറുത്തിരുന്ന
ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടാതിരുന്ന ഈ ക്രിസ്തീയ പെട്ടകം ഞാൻ ചുമക്കുമെന്ന് അവിടെ നിന്ന് തീരുമാനമെടുക്കുവാനിടയായി തോന്നുന്നു. ഞാൻ മടങ്ങി വന്നു. എന്റെ പാസ്റ്ററോട് കാര്യം പറഞ്ഞു. പാസ്റ്റർ, ഞാൻ രക്ഷപ്പെട്ടു, ദൈവം എന്നെ വിടുവിച്ചു. ആ കോടതിക്കുള്ളിൽ എനിക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്നു. ശിക്ഷിക്കപ്പെടാനുള്ള ന്യായമായ എല്ലാ കാര്യങ്ങളും എനിക്കുണ്ടായിട്ടും എന്നെ അതിൽ നിന്ന് ദൈവം വിടുവിച്ചു. ഇനി ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കും. പ്രിയരെ, അന്ന് എടുത്ത തീരുമാനം ഇതുവരെയും ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ കർത്താവ് എന്റെ ജീവിതത്തിൽ അവസരം നൽകുവാൻ ഇടയായി തീർന്നു. ഞാൻ നേരത്തെ പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടെന്ന് എന്റെ പാസ്റ്റർക്ക് അറിയാം. ഞാൻ അവിടെ നിന്നാൽ വീണ്ടും ഇവരുടെ പിറകെ പോകും. ഞാൻ വീണ്ടും നശിച്ചു പോകും. വീണ്ടും മദ്യപാനവും പുകവലിയും കഞ്ചാവും ഒക്കെ ഞാൻ വീണ്ടും ഉപയോഗിച്ച് തുടങ്ങും എന്ന് പാസ്റ്റർക്ക് മനസ്സിലായിട്ട് അദ്ദേഹം എന്നെ ഒരു ബൈബിൾ കോളേജിൽ പ്രാർത്ഥിച്ച് പറഞ്ഞു വിടുവാൻ ഇടയായി തീർന്നു. ചുമ്മാ പറഞ്ഞു വിടുകയല്ല, സഭയിൽ നിന്ന് മുഴുവൻ ആൾക്കാരും വണ്ടിയൊക്കെ പിടിച്ച് എന്നെ ഒരു ബൈബിൾ കോളേജിൽ കൊണ്ട് പഠിക്കാൻ വിട്ടു. ഇന്ന് നിത്യതയിൽ പ്രസവിക്കുന്ന പാസ്റ്റർ PV ആശാരി ഉപദേശി തിരുവനന്തപുരം ജില്ലയിൽ കുറ്റിച്ചലിൽ നടത്തുന്ന ആ ബൈബിൾ സ്കൂളിൽ എന്നെ കൊണ്ട് ചെന്നാക്കി. അങ്ങനെ ഞാൻ അവിടെ 3 വർഷം വചനം പഠിക്കുവാൻ ഇടയായി തീർന്നു. വചനം പഠിച്ചു ഗ്രാജുവേറ്റ് ചെയ്യുവാൻ കർത്താവിന്റെ ജീവിതത്തിൽ അവസരം നൽകി. ഞാൻ ബൈബിൾ കോളേജിൽ പോയപ്പോൾ എൻ്റെ കുടുംബക്കാർ പറഞ്ഞു, അധികം നാൾ അവൻ നിൽക്കില്ല, 3 മാസം പോലും തികക്കില്ല, അവൻ മടങ്ങി വരും. കാരണം അവന്റെ ബ്ലഡിൽ കിടക്കുന്നത് കഞ്ചാവും കള്ളുമാ, അതുകൊണ്ട് അവിടെ നിൽക്കാൻ കഴിയത്തില്ല, അവൻ മടങ്ങി വരും. എൻ്റെ സഭയിലെ പുരോഹിതൻ പറഞ്ഞത്, മൂത്ത മാസാന്തരം 3 മാസം അതിനപ്പുറം ഉണ്ടാകത്തില്ല, അവൻ വീണ്ടും മടങ്ങി വരും. എൻ്റെ സ്നേഹിതൻ അയൽവാസികൾ പറഞ്ഞത്, ഇവൻ രക്ഷപ്പെടത്തില്ല, ഇവൻ ഒരിക്കലും നേരെയാകത്തില്ല, ഇവന്റെ സ്വഭാവം നമുക്കറിയാം, അധികമൊന്നും നിൽക്കത്തില്ല, ഇവൻ മടങ്ങി വരും. ലോകം മുഴുവൻ പറഞ്ഞു മടങ്ങി വരും, ഞാൻ നിൽക്കത്തില്ല, ഞാൻ വീണ്ടും പഴയതുപോലെ മദ്യപാനിയാകുമെന്നൊക്കെ പലരും എന്നെ കുറിച്ച് കമന്റുകൾ പറയുവാൻ ഇടയായി തീർന്നു. ചിലർ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നീ അധികം നാൾ അവിടെ നിൽക്കില്ലടാ, നീ തിരിച്ചു പോരും. പ്രിയരെ, അവിടെ തിരിച്ചു പോരാൻ എന്റെ ദൈവം അനുവദിച്ചില്ല. പ്രതിസന്ധികൾ വന്നു, പ്രശ്നങ്ങൾ വന്നു, ഒത്തിരി വിഷമങ്ങൾ വന്നു, ഭാരങ്ങൾ വന്നു, വേദനകൾ വന്നു. അതിനൊക്കെ നടുവിൽ ദൈവം എന്നെ അത്ഭുതകരമാവണ്ണം നടത്തി. കോടതിയിൽ നിന്ന് ഞാൻ തിരിച്ചു വന്ന ദൈവദാസൻ വീണ്ടും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിറ്റേ ഞായറാഴ്ച എനിക്ക് വീണ്ടും സാക്ഷ്യം പറയുവാൻ അവസരം ലഭിച്ചു. സാക്ഷ്യം പറയുവാൻ അവസരം ലഭിക്കുമ്പോൾ ഞാൻ അന്ന് ആ 2002 ഏപ്രിൽ മാസം 7-ാം തീയതി ഞായറാഴ്ച യേശു കർത്താവിനെ എന്റെ ജീവിതത്തിൽ സ്വന്തം രക്ഷകനായി അംഗീകരിക്കുവാൻ കർത്താവ് കൃപ നൽകുവാൻ ഇടയായി തീർന്നു. ആ അന്ന് ഉണ്ടായിരുന്ന ദൈവവചന പ്രഘോഷണം എന്റെ ജീവിതത്തിൽ വീണ്ടും ഒരു ആഴമേറിയ തീരുമാനത്തിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. ഞാൻ കർത്താവിന്റെ ദാസനോട് പറഞ്ഞു, പാസ്റ്റർ, എനിക്കിനി സ്നാനപ്പെടണം. അങ്ങനെ സ്നാനത്തിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുകയും എനിക്ക് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടുവാനും കർത്താവ് അവസരം നൽകുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം ഞാൻ ആദ്യം എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അങ്ങനെ കർത്താവിന്റെ ദാസനും ദൈവസഭയും എന്നെ പ്രാർത്ഥിച്ച് ബൈബിൾ സ്കൂളിൽ കൊണ്ട് ആക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ നിന്നാണ് വചനം പഠിക്കുവാൻ കർത്താവിന്റെ ജീവിതത്തിൽ അവസരം നൽകുവാനായിട്ട് ഇടയായി തീർന്നത്. എന്റെ ഗ്രാജുവേഷൻ എല്ലാം കഴിഞ്ഞു. ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാനായിട്ടുള്ള തീരുമാനത്തിലേക്ക് വന്നു. എൻ്റെ ഒരു വലിയ ദർശനം നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ വേല ചെയ്യണമെന്നതായിരുന്നു. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോർത്ത് ഇന്ത്യക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ വിവാഹം നടക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള ഒരു പെണ്ണ് കാണും. എനിക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രിയ ദീപയെ ഞാൻ പോയി കണ്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു, എന്നെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങളുടെ വിവാഹം വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലകളിൽ നടക്കപ്പെടുവാൻ ഇടയായി തീർന്നു. വിവാഹം കഴിഞ്ഞു ചില ദിവസങ്ങൾ ഞാൻ കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ദൈവദാസന്റെ അസോസിയേറ്റ് പാസ്റ്ററായിട്ട് ന്യൂ ഇന്ത്യ ദൈവസഭയിൽ ശുശ്രൂഷിപ്പാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം എൻ്റെ ദർശനം പോലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പോലെ തന്നെ എനിക്ക് ഗുജറാത്തിന്റെ മണ്ണിൽ സുവിശേഷ വേലയുമായി പോകുവാൻ കർത്താവ് അവസരമൊരുക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ വൽസാഡ് ജില്ലയിൽ വാപ്പി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് റക്കോളി എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. ഒരു വാപ്പിയിൽ നിന്ന് ഏകദേശം 26 കിലോമീറ്റർ ദൂരമുള്ള റക്കോളി എന്ന് പറയുന്ന ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൽ ചില നാളുകൾ കർത്താവിന്റെ വേല ചെയ്യുവാൻ കർത്താവിന്റെ ജീവിതത്തിൽ അവസരങ്ങൾ തന്നു.
അവിടെ ഞാനായിരിക്കുമ്പോൾ എൻ്റെ ഭാര്യ കൺസീവായിരുന്നു. ഞങ്ങൾ ആ സാഹചര്യങ്ങളിലൊക്കെ ഒത്തിരി പ്രതിസന്ധികളിലൂടെ, പ്രശ്നങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുവാൻ ഇടയായി തീർന്നു. ഒന്നാമത്തെ വിഷയം, ആദ്യം ഞാൻ പോകുമ്പോൾ എന്നെ ഏറ്റവും അധികം എനിക്ക് തടസ്സമായിരുന്നത് ഭാഷയായിരുന്നു. രണ്ടാമത് ഫിനാൻഷ്യൽ ആയിരുന്നു. ഈ രണ്ട് വിഷയങ്ങളും എന്നെ വല്ലാതെ അലട്ടി. എന്നാൽ പെട്ടെന്ന് തന്നെ ഭാഷ പഠിക്കുവാൻ കർത്താവ് എനിക്ക് കൃപ നൽകി. അതിനുശേഷം ഞങ്ങൾ ഒത്തിരി പ്രതിസന്ധികളിലൂടെ, പ്രശ്നങ്ങളിലൂടെയൊക്കെ ഞങ്ങൾ കടന്നുപോയി. അന്ന് കർത്താവ് എനിക്ക് തന്നൊരു ദർശനം, ഭാഷ അറിയത്തില്ലെങ്കിലും ഞാൻ എല്ലാ ദിവസവും രാവിലെ ആകുമ്പോൾ ഒരു സഞ്ചി നിറച്ച് ട്രാക്റ്റുമായിട്ട് നടക്കാൻ തുടങ്ങും. അത് നടക്കുക എന്ന് പറയുമ്പോൾ തളരുന്നത് വരെ നടക്കുകയാണ്. കൊച്ചു പയ്യനാ, ചെറുപ്പക്കാരനല്ലേ, തളരുന്നത് വരെ നടക്കും. അത് ഒരു ഗ്രാമം കഴിഞ്ഞ് അടുത്ത ഗ്രാമത്തിലോട്ട് പോകാൻ ചിലപ്പോൾ 4, 5, 7, 8 കിലോമീറ്റർ ഒക്കെ ഉണ്ടാകും. ഇങ്ങനെ നടക്കും. ഇറക്കോളിൽ നിന്ന് കാൻവേർ എന്നൊക്കെ പറയുന്ന ഭാഗത്തൂടെ ഇരു സൈഡുകൾ ഒത്തിരി കൊച്ചു കൊച്ചു വഴികളും കൊച്ചു കൊച്ചു ഗ്രാമങ്ങളും ഒക്കെയുള്ള ആദിവാസികൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്ന് ഗ്രാമങ്ങളാണ് അതൊക്കെ. അവിടെ എല്ലാം ഇങ്ങനെ കടന്നു. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ തിരിച്ചു പറയാനൊന്നും അറിയത്തില്ല. പക്ഷെ കയ്യിലിരിക്കുന്ന ട്രാക്ട് കൊടുത്തേച്ച് പറയും, ഇത് ഈസുക്ക കഹാനി എന്ന് പറയും. അങ്ങനെ പറഞ്ഞ് ഞാൻ ആ ഗ്രാമങ്ങളിലൊക്കെ നടന്ന് ഞാൻ ട്രാക്റ്റുകൾ കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ചില ഗ്രാമങ്ങളിലൊക്കെ പോയപ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. എന്നെ പിടിച്ചു കെട്ടുന്ന സാഹചര്യങ്ങൾ വന്നു. എന്നെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ വന്നു. അങ്ങനെ ഒത്തിരി വിഷയങ്ങളിലൂടെയൊക്കെ ഞാൻ അവിടെ കടന്നു പോകുവാൻ ഇടയായി തീർന്നു. പക്ഷെ ഞാൻ കടന്നുപോയില്ല. ഞാനിങ്ങനെ ദീർഘദൂരങ്ങൾ ഓരോ ദിവസവും നടക്കും. അങ്ങനെ ആ സമയത്തൊക്കെ എൻ്റെ വൈഫ് രണ്ടാമത് കൺസീവ് ആണ്. ഏകദേശം ഡെലിവറി ഡേറ്റ് ഒക്കെ അടുത്ത് വരുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെ ഈ ഗ്രാമങ്ങളിലൊക്കെ ഇങ്ങനെ പോകും. രാവിലെ പോയാൽ അന്ന് എനിക്ക് മൊബൈലില്ല, വിളിക്കാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് രാവിലെ പോകും. രാവിലെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വൈകുന്നേരം ഒക്കെ വരും. പോകുന്ന വഴിക്ക് ദാഹിക്കും, വിശക്കും. അന്നേരം മേടിച്ചു കഴിക്കാനൊന്നും കയ്യിൽ പൈസയോ ഒന്നും കാണത്തില്ല. ഏതെങ്കിലുമൊക്കെ അവിടെ അടിക്കുന്ന പൈപ്പുണ്ട്, ഇങ്ങനെ ഗ്രാമങ്ങളിലൊക്കെ വെച്ചിരിക്കുന്ന അടി പൈപ്പിൽ ചെന്ന് വെള്ളം അടിച്ചേച്ച് ഓടിച്ചത് മുമ്പിൽ പോയി വെള്ളം കുടിച്ച ഒത്തിരി മാസങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് നൂറ് കണക്കിന് തവണ ഞാൻ അങ്ങനെ ആ കട്ടിയുള്ള വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ നടന്ന സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നടന്ന് തളർന്ന സമയത്ത് ഞാൻ ഒരിക്കൽ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്കൊരു സൈക്കിൾ വേണം. ഞാൻ നടന്നു പോകേണ്ട മാക്സിമം ദൂരം കഴിഞ്ഞു പോയി. ഇനി എനിക്കൊരു സൈക്കിൾ വേണം. കർത്താവിനോട് ഞാൻ പ്രാർത്ഥിപ്പാൻ ഇടയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒരിക്കൽ ട്രാക്റ്റുമായിട്ട് നടന്ന് ഗുജറാത്തിലെ സിൽവാസ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നു. സിൽവാസി വരുമ്പോൾ ഞാൻ അവിടെ ഒരു ബോർഡ് കണ്ടു, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് ബോയ്സ് ഹോം. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ കാണാം, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് ഇവിടെ ഒരു സഭയുണ്ട്, ഒരു ബോയ്സ് ഹോം ഉണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങോട്ട് കയറിപ്പോയി. ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ താഴെ ബാറാണ്, മുകളിൽ നിലയാണ് ചർച്ച്. അപ്പൊ ഞാൻ അവിടെ കയറിപ്പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പാസ്റ്റർ എനിക്ക് പരിചയമുള്ള പാസ്റ്ററാണ്. എപ്പോഴും ഒരിക്കൽ അദ്ദേഹം എൻ്റെ മാതൃസഭയിൽ വന്ന് ദൈവവചനം പ്രസംഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് എനിക്കൊരു പഴയ സൈക്കിൾ, പാസ്റ്റർ സന്തോഷ് തോമസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം എനിക്കൊരു സൈക്കിൾ തരുവാനിടയായി തോന്നുന്നു. എനിക്ക് അന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. ഒരു BMW കാറ് ലഭിക്കുന്നതിനേക്കാൾ വലിയ ഒരു സന്തോഷം. കാരണം രാവിലെ പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങിയത്, കർത്താവേ സൈക്കിൾ വേണം. അന്ന് എനിക്കൊരു സൈക്കിൾ കിട്ടി. ആ സൈക്കിളുമായിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. തൊട്ടടുത്തൊരു നദിയുണ്ട്, ആ നദിയിൽ കൊണ്ട് കഴുകി എണ്ണയൊക്കെ ഒഴിച്ച് വൃത്തിയാക്കി പിറ്റേന്ന് മുതൽ ഞാൻ സൈക്കിളിൽ യാത്ര ആരംഭിച്ചു. കിലോമീറ്റർ 26, 28, 30 കിലോമീറ്റർ ഒരു സൈഡ് ഞാൻ ഇങ്ങനെ സൈക്കിളിൽ പോയി ട്രാക്റ്റുകൾ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ അതെല്ലാം പരിധിയെല്ലാം ലംഘിക്കപ്പെട്ടു. ഒത്തിരി ദൂരം പോകാൻ തുടങ്ങി. സൈക്കിൾ ചവിട്ടി തളരാൻ തുടങ്ങിയപ്പോൾ ഞാൻ കർത്താവിനോട്, കർത്താവേ, പുതിയ ബൈക്ക് വേണ്ട, പഴയത് മതി, 2 ടയറും എഞ്ചിനും മതി, ഞാൻ അത് കൊണ്ട് നടന്നോളാം, എനിക്കൊരു ബൈക്ക് വേണം. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു പഴയ ബൈക്ക്, ആ ബൈക്ക് ഇപ്പോൾ ഇല്ല, കൈനറ്റിക് ബോസ് എന്ന് പറയുന്ന ഒരു ബൈക്ക്, ഏകദേശം ഒരു 3500 വിലയ്ക്ക് എനിക്കൊരു ബൈക്ക് കിട്ടുവാൻ ഇടയായി തീർന്നു. പിന്നെ എൻ്റെ സഞ്ചാരം ബൈക്കിലായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ആ സമയത്ത് ഞാൻ അനുഭവിച്ച ഒത്തിരി മാനസിക പ്രയാസങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഞാൻ അനുഭവിച്ച സാമൂഹികമായ വിപത്തുകൾ, പ്രശ്നങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി ജീവിതത്തിൽ കടന്നു വന്നു. എങ്കിലും അതിൻ്റെയൊക്കെ നടുവിൽ കർത്താവ് എന്നെ വിടുവിപ്പാനിടയായി. ഒരിക്കൽ ഞാൻ ട്രാക്റ്റുമായി പോയി ഒരു വനത്തിൽ ചെന്ന് കയറി. എനിക്ക് എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല, വഴി തെറ്റിപ്പോയി. ആകെ എല്ലായിടത്തും മരങ്ങൾ മാത്രമേ കാണാനുള്ളൂ, വീടുകളൊന്നും കാണാൻ. ഒരു ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ അങ്ങോട്ട് കയറിയത്. പക്ഷെ എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയത്തില്ല. ഏകദേശം ഒരു സന്ധ്യയോടെ സമയമായി. എൻ്റെ മനസ്സിൽ ആദിയായി എൻ്റെ ഭാര്യ എന്നെ കാത്തിരിക്കും, അവൾ വയറുമായി ഇരിക്കുകയാണ്, എന്നെ കാണാതെ വന്നാൽ അവൾ ആകെ വിഷമിക്കും എന്നൊക്കെയുള്ള ചിന്ത എനിക്ക് ഇങ്ങനെ വന്ന് ഞാനിങ്ങനെ
പെട്ടെന്ന് നടന്നു വരുമ്പോൾ ഒരു കൂട്ടം പന്നികൾ എന്റെ മുമ്പിലേക്ക് ചാടി വീണു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് അങ്ങനെ വലിയ മരം കയറാനൊന്നും വലിയ വശമൊന്നുമില്ല. പക്ഷെ അന്ന് ഞാനൊരു പനയുടെ മുകളിൽ കയറി. എങ്ങനെ കയറിയെന്ന് എനിക്ക് അറിയത്തില്ല. പന്നികളെ കണ്ട് പേടിച്ചിട്ട് ഞാൻ ഓടി. വലിയ പന, എനിക്ക് കൈ എത്തിപ്പിടിക്കാൻ പറ്റാത്ത വീതിയുള്ള ഒരു പനയിൽ ഞാൻ വലിയ ഏറ്റവും മുകളിൽ കയറി. ഞാൻ മുകളിൽ കയറി താഴോട്ട് നോക്കുകയാണ്. അയ്യോ, ഞാൻ എങ്ങനെ ഇതിന്റെ മുകളിൽ കയറിയെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ പന്നികൾ അവിടെ നിൽക്കുകയാ. ഞാൻ ആകെ വിഷമിക്കാൻ തുടങ്ങി. എന്റെ കൈ വേദനിക്കാൻ തുടങ്ങി. പിടുത്തം വിട്ടാൽ ഞാൻ താഴെ വീഴും. ഞാൻ ആകെ വിഷമിക്കാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് എന്റെ മുമ്പിൽ കണ്ണിൽ വരുന്നതല്ല എന്റെ ഭാര്യയും നിറവേറായിരിക്കുന്ന അവളുടെ അവസ്ഥയും എന്റെ മൂത്ത കുഞ്ഞിനെയൊക്കെയാണ്. ഞാൻ ആകെ വിഷമിക്കാൻ തുടങ്ങി. പെട്ടെന്നൊരു മഴ, എവിടെ നിന്നറിയത്തില്ല, ഇതുപോലെ ശക്തമായൊരു മഴ പെയ്തപ്പോൾ ആ പനയുടെ ചുവട്ടിൽ കൂടി നിന്ന പന്നികൾ ഓടി എങ്ങോട്ട് പോകുവാനിടയായി തോന്നുന്നു. ഞാൻ പറയാം, ഞാൻ എങ്ങനെയൊക്കെയോ താഴോട്ടിറങ്ങി. ഞാൻ ലക്ഷ്യം തെറ്റി നടന്നവനായിട്ട് നടന്നു പോകുമ്പോൾ ഒരു വഴി കണ്ടു. ആ വഴിയിലോട്ട് കയറി എങ്ങോട്ട് പോകണം തരത്തിൽ ഇടത്തോട്ടോ വലത്തോട്ടോ പോകണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ ഒരു ബൈക്കുകാരൻ വന്നു. അവനോട് ഞാൻ പറഞ്ഞു, എനിക്ക് കാൺവേലോട്ട് പോകണം, എനിക്ക് റെക്കോർഡിക്കാ പോകേണ്ടത്. അവൻ പറഞ്ഞു കയറിക്കോളാൻ പറഞ്ഞു. കുറച്ച് ദൂരം കൊണ്ട് വിട്ടിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങോട്ടാ റെക്കോർഡിക്ക് പോകേണ്ടത്, ഇങ്ങോട്ടാന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ വിട്ടേച്ച് പോയി. ചുരുക്കി പറഞ്ഞാൽ ഏകദേശം രാത്രി 8:15 ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. വളരെ സങ്കടത്തോടെ, വേദനയോടെ, എന്റെ അച്ചാച്ചൻ എന്ത് സംഭവിച്ചെന്നറിയാതെ വിഷമിച്ചിരുന്ന എന്റെ ഭാര്യ എന്നെ കണ്ടെന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. വളരെ സന്തോഷിപ്പാനിടയായി തോന്നുന്നു. ഞാൻ പറഞ്ഞു വന്നത്, സുവിശേഷ വേല നിമിത്തം അനേക കഷ്ടങ്ങളിലൂടെ, അനേക വേദനകളിലൂടെ ഞങ്ങൾ അന്ന് കടന്നു പോകുവാനിടയായി തോന്നുന്നു. ഞാൻ ഒരിക്കൽ എൻ്റെ കുഞ്ഞ് വിശന്ന് കരയുമ്പോൾ, അല്ലാതെ വിശന്ന് കരയുമ്പോൾ, അന്ന് വല്ലാതെ വിഷമിച്ചിരുന്നു. ഞാൻ അത്യാവശ്യം നല്ല കയ്യിലൊക്കെ ഒത്തിരി കാശൊക്കെ വെച്ച് കളിച്ച മനുഷ്യനായിരുന്നു. പക്ഷെ ഞാൻ സുവിശേഷ വേല നിമിത്തം ഞാൻ ഒന്നുമില്ലാത്തവനായി, ദരിദ്രനായി അങ്ങനെ നീക്കിയ. പക്ഷെ എനിക്കറിയാം, എന്റെ ദൈവം എന്നെ വിളിച്ചു. ഞാൻ കർത്താവിനോട് വേലക്കിറങ്ങുമ്പോൾ ഞാൻ ഡിമാൻഡ് ഒന്നും വെച്ചില്ല. എനിക്കിത് വേണമെന്നോ അത് വേണമെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഒന്ന് മാത്രമേ കർത്താവിനോട്, കർത്താവേ, അന്ത്യത്തോളം വിശ്വസ്തയോടെ നിൽക്കാൻ കൃപ തരണം. ഒറ്റ പ്രാർത്ഥനയുള്ളൂ. അന്ത്യത്തോളം എത്ര കഷ്ടത വന്നാലും, എത്ര പ്രശ്നം വന്നാലും എന്റെ വീട്ടുകാരോട് മേടിക്കാതെ, എന്റെ ഇല്ലായ്മാരോടും പറയാതെ, ആരുടെ മുമ്പിൽ കൈ നീട്ടാതെ എനിക്ക് ജീവിക്കണം. അത് മാത്രമായിരുന്നു എൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്. എൻ്റെ കുഞ്ഞ് വിഷന്ന് നിലവിളിച്ച് കരഞ്ഞ ഒത്തിരി ദിവസങ്ങളുണ്ടായിരുന്നു. 5 ദിവസത്തോളം എൻ്റെ കുഞ്ഞിനൊരു ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കാനില്ലാതെ, ഒരു പാല് മേടിച്ചു കൊടുക്കാനില്ലാതെ, ഒരു റൊട്ടി ഉണ്ടാക്കി കൊടുക്കാനില്ലാതെ ഞാൻ വിഷമിച്ച സന്ദർഭങ്ങൾ, ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് വഴി തുറക്കുമായിരിക്കും എന്ന് ചിന്തിച്ച സന്ദർഭങ്ങൾ. അന്നും ഇന്നും എൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ ഇല്ലായ്മകൾ ഞാൻ ആരോടും പറയത്തില്ല. അതുകൊണ്ട് അന്നും ഒരുപക്ഷെ ആരെങ്കിലുമൊക്കെ കോയിൻ ബൂത്തിൽ പോയി ഒരു രൂപയിട്ട് വിളിച്ചാൽ ചിലപ്പോൾ ആരെങ്കിലും തരാൻ കാണുമായിരിക്കും. പക്ഷെ എൻ്റെ അഭിമാനം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ട് ഒരു നേരത്തെ ആഹാരത്തിന് ചോദിക്കാൻ എനിക്ക് ലജ്ജയായിരുന്നു. അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. കരഞ്ഞ് തളർന്ന് ഉറങ്ങുന്ന എൻ്റെ മോൻ, നിറവേറായിരിക്കുന്ന എൻ്റെ ഭാര്യ, സ്തോത്രം, കർത്താവല്ലാതെ ആശ്രയിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ. ഞാൻ ഇന്ന് കർത്താവിന് പറഞ്ഞ കാരണം, കർത്താവെ, ലക്ഷ്യപ്പാൻ നീ അനുവദിക്കരുത്. എന്റെ കുട്ടി പട്ടിണി കിടന്ന് മരിക്കണം എന്റെ പ്രാർത്ഥനയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ സിൽവാസ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ആദിവാസി ഭവനുണ്ട്. അവിടെ ഒരു കൺവെൻഷൻ നടക്കുക. കേരളത്തിൽ നിന്ന് ഒരു ദേവദാസ്, ഒരു വൺ ഡേ കൺവെൻഷൻ അവിടെ നടക്കുക. എനിക്ക് പോകാൻ ആഗ്രഹമുണ്ട്. പോകാനായിട്ടുള്ള യാതൊരു സാഹചര്യങ്ങളും എന്റെ മുമ്പിൽ. തൊട്ടടുത്തൊരു മലയാളി ഫാമിലി താമസിക്കുന്നുണ്ട്, ഒരു ടയർ കട നടത്തുന്ന. അവരെന്നോട് പറഞ്ഞു, പാസ്റ്റർ, ഞങ്ങൾ പോകുന്നുണ്ട്, ദീപെ ഞങ്ങൾ ഓട്ടോയിൽ കൊണ്ടുപോയിക്കോളാം, പാസ്റ്റർ സൈക്കിളിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവർ കത്തോലിക്ക വിശ്വാസികളാണ്. അവര് ദീപയെ, എന്റെ വൈഫിനെ ഓട്ടോയെ കൊണ്ടുപോയി, മൂത്ത മുറയും. അവിടെ ചെന്നപ്പോൾ എന്റെ കുഞ്ഞ് വിഷന്ന് കരയുക. 5-ാം ദിവസം കരയുകയാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ആ മീറ്റിങ്ങിൽ ഇരുന്നില്ല. ആ കയറി പോകുന്ന സ്റ്റെപ്പിൽ എന്റെ കുഞ്ഞുമായി നിൽക്കുകയാണ്. മീറ്റിംഗ് ഏകദേശം കഴിയാറായപ്പോൾ സിൽവാസ ന്യൂന്റെ ദൈവസഭയിൽ ആരാധിക്കുന്ന കുറെ സഹോദരിമാര്, നേഴ്സായി ജോലി ചെയ്യുന്ന സഹോദരിമാരൊക്കെ ഉണ്ട്, എനിക്ക് പരിചയമുള്ളവരാ. അവർ എല്ലാവരും കൂടെ പെട്ടെന്ന് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി പെട്ടെന്ന് ഇറങ്ങി വരുന്ന കൂട്ടത്തിൽ ഒരു സഹോദരി ഓടി വന്ന എന്റെ കയ്യെ പിടിച്ചേച്ച് എന്തോ തന്നേച്ചു പോയി.
എന്നാന്ന് എനിക്ക് മനസ്സിലായില്ല. അവരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ മീറ്റിംഗ് ആശീർവാദം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്റെ വൈഫ് അകത്തുനിന്ന് ഇറങ്ങി വന്നു, ആന്റിയൊക്കെ ഇറങ്ങി വന്നു. അങ്ങനെ ഞാൻ ആ പൈസ ആ കയ്യിൽ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ എന്റെ പോക്കറ്റിൽ വെച്ച് എത്ര രൂപയുണ്ടെന്ന് ഞാൻ നോക്കിയില്ല. ഞാൻ ഇറങ്ങി വരാൻ നേരത്തിൽ വൈഫിനോട് പറഞ്ഞു, ദീപ, ഞാൻ വരുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചോണ്ട് വരാം, എനിക്കൊരു സ്വോത്ര കാഴ്ച കിട്ടിയിട്ടുണ്ട്. അവരോട്ടെ പോയി ഞാനൊരു കടയിൽ പോയി ഈ പൈസ എടുത്ത് നോക്കുമ്പോൾ അതൊരു 500 നോട്ടായിരുന്നു. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം. എന്റെ കണ്ണുനീര്, എന്റെ കുഞ്ഞിന്റെ നിലവിളി എന്റെ ദൈവം കേട്ടു. സ്തോത്രം. കുറെ ദിവസങ്ങൾക്ക് സുഭിക്ഷമായി കഴിയാൻ കർത്താവ് എന്ന് തന്ന നന്മ ഉപകരിക്കുവാൻ ഇടയായി തീർന്നു. അതിന് പലപ്പോഴും ഇപ്പോഴും ആ സഹോദരി അവർക്ക് മുഖം പോലും എനിക്കറിയില്ല. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത്, ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അങ്ങനെ എന്റെ ജീവിത സാഹചര്യങ്ങൾ അറക്കോളിലൂടെ ഇങ്ങനെ കടന്നുപോയി. ദാരിദ്ര്യവും കഷ്ടതയും പ്രയാസങ്ങളൊക്കെ വന്നുവെങ്കിലും കർത്താവ് കൈവിട്ടില്ല. 1 രൂപ പോലും ആരോട് കടം മേടിക്കാൻ ദൈവം അനുവദിച്ചില്ല. ഒരു കടയിൽ പോയി 1 കിലോ ഗോതമ്പ് കടം മേടിക്കാൻ ദൈവം അനുവദിച്ചില്ല. അത്ഭുതകരമാവണ്ണം. സ്തോത്രം. അതിനുശേഷം കർത്താവ് എനിക്ക് മറ്റൊരു ട്രാൻസ്ഫർ തന്നു. ഒരു നല്ല സഭയിലേക്ക് ഒരു ട്രാൻസ്ഫർ തന്നു. ഉമ്മർഗാവ് യൂണിറ്റ് ചർച്ച് ബോർഡിൽ പോയി ചാർജ് എടുത്തു. 2 വർഷം അവിടെ കർത്താവിന്റെ വേളയിലായിരിക്കാൻ കർത്താവ് സഹായിച്ചു. ആദ്യത്തെ 1 വർഷത്തെ ദാരിദ്ര്യം അടുത്ത 2 വർഷങ്ങളിൽ ഞാൻ അറിയാതെ പോയി സമൃദ്ധിയായി ദൈവം എന്നെ ആ ദേശത്ത് നടത്തി. അതിനുശേഷം എനിക്കൊരു പ്രത്യേക ദർശനം കിട്ടിയതുപോലെ ഞാൻ രാജസ്ഥാന്റെ മണ്ണിലേക്ക് കടന്നു പോകുവാൻ ഇടയായിരുന്നു. രാജസ്ഥാനിൽ ആദ്യം ഡുള്ളോദ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ കർത്താവിന്റെ വേലയുമായി കടന്നുപോയി. 4 വർഷങ്ങൾ അവിടെ കർത്താവിന്റെ വേലയിലായിരിക്കാൻ കർത്താവ് സഹായിച്ചു. 2010 ഞങ്ങൾക്ക് ഒരു മകൾ ലഭിക്കപ്പെടുവാനിടയായി തീർന്നു. 3ാമതൊരു കുഞ്ഞ്. ആദ്യത്തെ 2 ആൺകുട്ടികൾ, 3ാമത്തെ ഞങ്ങളുടെ കുഞ്ഞ് എനിക്ക് ലഭിക്കുവാനിടയായി. കുഞ്ഞിന് ജനിച്ചു 18ാം ദിവസം എന്റെ ശരീരത്തിലൊരു നീര് വെച്ചു. ഒരു നീരിന്റെ പ്രയാസങ്ങൾ, ഒരു വേദന, ഒരു പ്രശ്നമൊക്കെ കടന്നു വന്നു. ക്ഷീണവും തളർച്ചയൊക്കെ വന്നു. യൂറിൻ പോകാനൊക്കെ ബുദ്ധിമുട്ട് വന്നു. യൂറിനിലൂടെ ബ്ലഡൊക്കെ പോകുന്ന സാഹചര്യങ്ങൾ വന്നു. എന്താണെന്നൊന്നും അറിയത്തില്ല. ഹോസ്പിറ്റലിൽ പോകാനൊന്നും നിവൃത്തിയില്ല. ഒരു ഗ്രാമത്തിൽ താമസിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ദിവസം കൊണ്ടു നടന്നു. എന്റെ നില വഷളായി. എന്റെ സ്ഥിതി മാറാൻ തുടങ്ങി. ഒരാളോ 2 പേരോ പിടിച്ച പൊങ്ങാത്ത നിലകളിൽ ശരീരം മുഴുവൻ നീര് വെച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു 2 മലയാളി കുടുംബങ്ങൾ അവിടെ ഉണ്ട്. അതിലൊരു കുടുംബം അവിടെ ഇല്ലായിരുന്നു. അവർ മകന്റെ അടുത്ത് പോയിരിക്കായിരുന്നു. ആ സഹോദരൻ വന്നപ്പോൾ അറിഞ്ഞു പാസ്റ്റർക്ക് വയ്യെന്ന്. അദ്ദേഹം എന്നെ കാണാൻ വന്നു. എന്റെ സ്ഥിതി കണ്ടിട്ട് അദ്ദേഹം പെട്ടെന്ന് ഒരു കാർ കൊണ്ടുവന്ന് എന്നെ കൊണ്ട് സിക്കർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി, എനിക്ക് ഹോസ്പിറ്റലിന്റെ പേര് ഞാൻ മറന്നുപോയി. അവിടെ കൊണ്ടുപോയി അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്തു. ടെസ്റ്റുകളൊക്കെ നടത്തി. ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നടത്തിയപ്പോൾ ക്രിയാറ്റിന്റെ അളവ് ഭയങ്കര കൂടുതലാണ്. എന്റെ കിഡ്നി 2ഉം ഫെയിലിയറായി എന്ന് മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു. എന്റെ 2 കിഡ്നിയിലും വലിയ വലിയ സ്റ്റോണുകൾ, 35 mm 36 mm സ്റ്റോണുകൾ, അങ്ങനെ 5 സ്റ്റോണുകൾ വന്നിട്ട് എന്റെ കിഡ്നിക്ക് പ്രവർത്തിക്കാൻ കഴിയാതെ കിഡ്നി പൊട്ടി ഒഴുകുന്ന നിലകളിലുള്ള സാഹചര്യങ്ങൾ വന്നു. അങ്ങനെ കിഡ്നി ഫെയിലിയർ ആകുവാനിടയായി തീർന്നു. ഞാൻ ആകെ ആ കിടക്കയിൽ സങ്കടപ്പെട്ട്, കർത്താവെ, 3 കുഞ്ഞുങ്ങൾ, ഒരു കുഞ്ഞിന് 25 ദിവസം പോലും പ്രായമായിട്ടില്ല. എന്റെ ഭാര്യ ചെറുപ്പക്കാരിയാണ്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവർക്ക് ആരുമില്ലല്ലോ എന്നൊരു ചിന്ത എന്നെ ഭരിക്കുവാനിടയായി. അതിനുശേഷം എന്റെ സുഹൃത്തുക്കളൊക്കെ അറിഞ്ഞ് എന്നെ പെട്ടെന്ന് അവിടെ നിന്ന് കേരളത്തിൽ കൊണ്ടുവരുവാൻ ടിക്കറ്റൊക്കെ എടുത്തു തന്ന, അങ്ങനെ എന്നെ കേരളത്തിലോട്ട് കൊണ്ടുവന്നു. ചില നാളുകൾ, ചില മാസങ്ങൾ ഞാൻ കേരളത്തിൽ ട്രീറ്റ്മെന്റ് ചെയ്തു. ആദ്യം പറഞ്ഞു കിഡ്നി ട്രാൻസ്പ്ലാന്റിങ് ചെയ്യണമെന്ന് പറഞ്ഞു, ഡയാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്യണമെന്നോ എങ്ങനെയാണോ മുന്നോട്ട് പോകണമെന്നോ ഒന്നും അറിയത്തില്ല. സത്യത്തിൽ ഞങ്ങൾ ശരിക്കും ഗേഡിയാണെന്നും ആരുമില്ല. അതുപോലെ അങ്ങനെ സാരമായ രോഗങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും വരാത്തത് കൊണ്ട് ആശുപത്രിയുമായിട്ടും വലിയ ബന്ധങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ട്രീറ്റ്മെന്റുകൾ ട്രിവാൻഡ്രത്ത് ആരംഭിച്ചു. ട്രീറ്റ്മെന്റുകൾ നടന്നുകൊണ്ടിരുന്നു. എന്നെ കാണാൻ വന്നവർ ആശ്വസിപ്പിച്ചവരുണ്ട്, എന്നെ കുത്തി നോവിച്ചവരുണ്ട്, എന്തോ വലിയ പാവം ചെയ്തിട്ട് വന്നതാണെന്ന് പറഞ്ഞ് അപമാനിച്ചവരൊക്കെയുണ്ട്. സ്തോത്രം. ഞാൻ ഒത്തിരി സങ്കടങ്ങളിലൂടെയൊക്കെ കടന്നുപോയി. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, സ്തോത്രം, എനിക്ക് നിന്റെ വേല ചെയ്യണം. ഞാൻ നിന്റെ വേലക്കാരനാണ്. എനിക്ക് ഭാര്യയുണ്ട്, 3 കുഞ്ഞുങ്ങളുണ്ട്. എനിക്ക് ട്രീറ്റ്മെന്റിന് പോകാൻ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല.
മറ്റുള്ളവരോട് ചോദിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. സൗഖ്യം അങ്ങ് തരാൻ മതിയായവനാണ്. ആ പൊട്ടി ഒഴുകി എന്ന് പറഞ്ഞ, ഓപ്പറേഷൻ ചെയ്ത് മാറ്റണമെന്ന് പറഞ്ഞ, കിഡ്നി ട്രാൻസ്പ്ലാന്റിങ് ചെയ്യണമെന്ന് പറഞ്ഞ, ഈ കിഡ്നികളെയൊക്കെ ഉണ്ടാക്കി തന്നത് അങ്ങാണ്. എന്റെ ശരീരം അങ്ങയുടെ ദാനമാണ്. സൗഖ്യമാക്കാൻ നിനക്ക് കഴിയും. മറ്റാരേക്കാൾ ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു. വൈദ്യശാസ്ത്രത്തെക്കാൾ, മെഡിസിനേക്കാൾ എന്റെ ധൈര്യം അങ്ങാണ്. എനിക്ക് അങ്ങല്ലാതെ വേറെ ആരുമില്ല എന്ന് ഞാൻ സറണ്ടറായി ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് കേൾക്കണമോ? ഒരു സർജറിയും ചെയ്യാതെ, ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റിങ് നടത്താതെ, ഒരു ഡയാലിസിസ് പോലും ചെയ്യാതെ കർത്താവിനെ സൗഖ്യമാക്കി എന്റെ 2 കിഡ്നികളെയും കർത്താവ് തൊട്ടു. ഇന്നെനിക്ക് 45 വയസ്സുണ്ട്. 45 വയസ്സിൽ ഒരാളിന്റെ കിഡ്നി എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, അതേ അളവിൽ എന്റെ കിഡ്നി ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവ് എനിക്ക് അത്ഭുതകരമായ ഒരു സൗഖ്യം നൽകുവാനിടയായി. ഞാൻ രാജസ്ഥാന്റെ മണ്ണിൽ തിരിച്ചു വരത്തില്ലെന്ന് വിചാരിച്ചിരുന്ന വിശ്വാസികളുടെ മുമ്പിൽ, നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ വീണ്ടും ജീവനോടെ ഞാൻ തിരിച്ചു വരുവാനിടയായി തീർന്നു. കർത്താവ് ആ ദേശത്ത് എന്നെ ഏൽപ്പിച്ച വേല വളരെ ശക്തമായി ചെയ്തെടുക്കുവാൻ, അനേകരെ ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ, ആ ദേശത്ത് ദൈവസഭയ്ക്ക് വേണ്ടി നല്ല സ്ഥലം മേടിക്കുവാൻ, ക്രമീകരിക്കുവാൻ, അനേകരെ സ്നാനത്തിലേക്ക് നയിക്കുവാൻ കർത്താവിന്റെ ജീവിതത്തിൽ അവസരങ്ങൾ നൽകുവാൻ ഇടയായി തീർന്നു. അവിടെ 4 വർഷം ആയപ്പോൾ കർത്താവിന്റെ ഹൃദയത്തിൽ തന്നൊരു പൈനിയർ വർക്ക് ചെയ്യണമെന്നൊരു ആഗ്രഹം തന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ട്രാൻസ്ഫർ മേടിച്ച് ഒരു പൈനിയർ വർക്ക് ചുരു ജില്ലയിൽ രാജിഘട്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ കടന്നുപോയി. സാദൽപൂർ എന്ന മറ്റൊരു പേരും കൂടെ ആ സ്ഥലത്തിനുണ്ട്. രാജിഘട്ട് എന്ന് പറയുന്ന ഒരു കൊച്ചു പട്ടണത്തേക്ക് ഞാൻ കർത്താവിന്റെ വേരോട് ബന്ധത്തിൽ കടന്നു പോകുവാൻ ഇടയായി തീർന്നു. അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അവിടെ ഒരൊറ്റ ക്രിസ്ത്യാനികൾ പോലുമില്ല. രാജിഘട്ട് എന്ന് പറയുന്ന ആ താലൂക്കിൽ 230ഓളം ഗ്രാമങ്ങളുണ്ട്. ഈ 230 ഗ്രാമങ്ങളിൽ ഒറ്റ പ്രവർത്തനങ്ങൾ പോലുമില്ല. അത് കത്തോലിക്ക സഭയാകട്ടെ, CSI ആകട്ടെ, CNI ആകട്ടെ, മാർത്തോമയാകട്ടെ, ബിലീവേഴ്സ് ആകട്ടെ, ഇനി മറ്റ് പെന്തക്കോസ്റ്റ് ഡിനോമിനേഷൻ ആകട്ടെ, ഒന്നും ഒറ്റ ചർച്ചുകളില്ല. ഞാൻ താമസിച്ച രാജിഘട്ടിൽ നിന്ന് 62 കിലോമീറ്റർ ദൂരം പോണം ചുരു ടൗണിൽ. അതിനിടയ്ക്ക് ഒരൊറ്റ പ്രവർത്തനങ്ങളുമില്ല. ഒരു സൈഡിൽ 76 കിലോമീറ്റർ ജുൻജുനു, ഒറ്റ പ്രവർത്തനങ്ങളില്ല. ഒരു ഭാഗത്ത് 42 കിലോമീറ്റർ പിലാനി, അതിനിടയ്ക്ക് ഒരൊറ്റ പ്രവർത്തനങ്ങളുമില്ല. ഒരു ഭാഗത്ത് ഹിസാർ, ഏകദേശം 78 കിലോമീറ്റർ, ഇതിനിടയ്ക്ക് ഒരൊറ്റ പ്രവർത്തനങ്ങളുമില്ല. ആ ഒരു സ്ഥലത്ത് രാജിഘട്ടിൽ കർത്താവിന്റെ വേലയുമായി കടന്നു പോകുവാൻ ഇടയായി തീർന്നു. കർത്താവ് എനിക്ക് തന്നൊരു ദർശനമാണ്. ഞാൻ ആ ദേശത്ത് പോയപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ കടന്നുപോയി നടന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നടന്നു ആ പട്ടണം മുഴുവൻ നടന്നു പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഓരോ ഗ്രാമങ്ങളിലും കടന്നുപോയി എന്റെ മോട്ടോർ സൈക്കിൾ എവിടെയെങ്കിലും സൈഡിൽ വെച്ചിട്ട് ഞാൻ നടന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവെ, ഈ ഗ്രാമങ്ങളെ നീ അനുഗ്രഹിക്കണം, ഇവിടുത്തെ ജനങ്ങളെ അനുഗ്രഹിക്കണം, അവരെല്ലാവരും യേശുവിനെ അറിയണം. ഒറ്റ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞാൻ മടങ്ങി വരും. അങ്ങനെ പതുക്കെ പ്രവർത്തനം ആരംഭിച്ചു. ട്രാക്റ്റുകൾ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ട്രാക്ട് മേടിച്ച ഒരാള് അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലെ ചില ആൾക്കാരെ കൂടെ കൂട്ടി സാദൽപൂർ DYSPക്ക് ഒരു പരാതി കൊടുത്തു. പരാതി എങ്ങനെയാണ്? കേരളത്തിൽ നിന്ന് ഒരാൾ വന്ന് 3 ലക്ഷം രൂപ ക്രിസ്ത്യാനിയാകാൻ ഞങ്ങൾക്ക് ഓഫർ ചെയ്തു. അതിനകത്ത് ആ ട്രാക്ടിന്റെ അടിയിൽ ഞാൻ ഭായ് സജീവ് M എന്ന് കൊടുത്തിട്ട് എന്റെ നമ്പരോടെ കൊടുത്തിരുന്നു. അങ്ങനെ ആ നമ്പറിൽ DYSP എന്നെ ഓഫീസിലേക്ക് വിളിപ്പിക്കുകയും എന്റെ ഭാര്യ എന്റെ കുഞ്ഞുങ്ങളെ വിളിപ്പിക്കുകയും ഞങ്ങൾ 5 പേരുടെ ആധാർ കാർഡ് അവിടെ മേടിച്ചു വെക്കുകയും എപ്പോൾ വിളിപ്പിച്ചാലും വരണമെന്നുള്ള താക്കീത് നൽകി ഞങ്ങളെ പറഞ്ഞയക്കുകയും ചെയ്തു. അങ്ങനെ ആഴ്ചയിൽ 1 ദിവസവും മാസത്തിൽ 2 പ്രാവശ്യം ഒക്കെ ഞങ്ങളെ അവിടെ വിളിക്കുകയും അവർ താക്കീത് ചെയ്യുകയും ഒക്കെ ചെയ്തു. ഒത്തിരി ഭീഷണികൾ ഞാൻ നേരിട്ടു. പലപ്പോഴും എന്നെ കൊന്നുകളയും, നിന്നെ ഞങ്ങൾ ജീവനോടെ കേരളത്തിൽ അയക്കത്തില്ല, നിന്റെ ഭാര്യയും കത്തിക്കും എന്നൊക്കെയുള്ള ഭീഷണികൾ എന്റെ ഫോണിൽ വന്നുകൊണ്ടേയിരുന്നു. ഞാനൊന്നും പേടിച്ചില്ല. കർത്താവിനോട് പറഞ്ഞു, നീ ധൈര്യമായിരിക്കുക, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇതാണ് എന്റെ ധൈര്യം, കർത്താവിന്റെ കൂടെയുണ്ടെന്നുള്ള ധൈര്യം. ഞാൻ ചിന്തിച്ചു, മരിക്കേണ്ടി വന്നാലും കുഴപ്പമൊന്നുമില്ല, കർത്താവ് ഹല്ലേലൂയ എന്നെ സഹായിക്കുമെന്നുള്ള ഒരു ധൈര്യത്തോടു കൂടി ഞാൻ കർത്താവിന്റെ വേല ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന ചില സഹോദരന്മാരൊക്കെ എന്നോടൊപ്പം വേല ചെയ്യാൻ കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് അവിടെ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ വളരെ മനോഹരമായ നിലകളിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ ആദ്യം ഒരു കുടുംബം അവിടെ പ്രാർത്ഥനയ്ക്ക് വന്നു. 2 കുടുംബം വന്നു. ഹല്ലേലൂയ 1 വർഷം തികയുന്നതിന് മുന്നേ ആ ദൈവസഭയിൽ 100-ലധികം ആൾക്കാര് കടന്നു വരുവാൻ ഇടയായി തീർന്നു. അതിന്റെ കാരണം ഓരോ പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴും കർത്താവ് ഓരോ അത്ഭുതങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരുന്നു. ഭൂതഗ്രസ്തർ അവരെ സൗഖ്യമാകുന്നത്, ദീർഘവർഷങ്ങളായി രോഗികളായി കിടന്നവർ സൗഖ്യമാകുന്നത്, അത്ഭുതങ്ങൾ നടക്കുന്നത്, കിഡ്നി രോഗികൾ സൗഖ്യമാകുന്നത്,
ഞാൻ അവിടെ കണ്ടു. അത്ഭുതങ്ങൾ നടക്കുന്നത് ഞാൻ അവിടെ കണ്ടു. അടയാളങ്ങൾ നടക്കുന്നത് ഞാൻ അവിടെ കണ്ടു. അവിടുത്തെ ഒരു പ്രത്യേകതയുണ്ട്. ഒരാൾക്ക് ഒരു സൗഖ്യം കിട്ടിയാൽ അവരുടെ ഗ്രാമത്തിലെല്ലാം ചെന്ന് പറയും, എനിക്ക് അവിടെ പോയപ്പോൾ സൗഖ്യം കിട്ടി, നിങ്ങൾ അവിടെ പോകണമെന്ന്. അങ്ങനെ ഒത്തിരി ഗ്രാമങ്ങളിൽ നിന്ന് അവിടെ ഒരുപാട് പ്രിയപ്പെട്ടവർ ആരാധനയ്ക്ക് വരുവാൻ തുടങ്ങി. ഒരുപാട് പേര് വരുന്നത് കണ്ടപ്പോൾ ആ നാട്ടിലെ പ്രിയപ്പെട്ടവർക്ക് ചെറിയ പ്രശ്നങ്ങൾ തോന്നി. ഒരിക്കൽ ഞാനും എൻ്റെ ഭാര്യയും 3 കുഞ്ഞുങ്ങളും ആയിരിക്കുമ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാരും ഞങ്ങളുടെ വീടിന്റെ വാതിലിൽ മുട്ടി. ഞാൻ വാതിൽ തുറന്നപ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാരൻ. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? അപ്പൊ പറഞ്ഞു, നിന്നെ ഞങ്ങൾ തല്ലാനാണ് വന്നത്. നീ പുറത്തോട്ട് ഇറങ്ങി നിന്നാൽ നിന്നെ മാത്രമേ തല്ലത്തുള്ളൂ. ഞങ്ങൾ അകത്തോട്ട് കയറിയാൽ നിന്റെ ഭാര്യയും നിന്റെ മക്കളെ ഞങ്ങൾ തല്ലും. നീ തീരുമാനിക്കാൻ പറഞ്ഞു. ഞാൻ ചിന്തിച്ചു, എന്റെ ഭാര്യയും മക്കളെയും തല്ലുകൊള്ളിക്കുന്നതിനേക്കാൾ ഭേദം ഒറ്റയ്ക്ക് തല്ലുകൊള്ളുന്നതല്ലേ. ഞാൻ പതുക്കെ പുറത്തോട്ട് ഇറങ്ങി നിന്നു. ആചാനുബാഹുവായ ഒരു സഹോദരൻ വന്നു. ഒറ്റയടിയായിരുന്നു എന്റെ കരണക്കുറ്റിക്ക്. ഒറ്റയടിയിൽ ഞാൻ താഴെ വീണു. ഒറ്റയടിയിൽ ഞാൻ താഴെ വീണു. എന്റെ ഒരു പല്ല് താഴേക്ക് വധിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത്, കർത്താവിന് വേറെ നിമിത്തം എനിക്കതൊന്നും പ്രശ്നമല്ലായിരുന്നു. ഇതിനേക്കാൾ വലുത് വന്നാലും സഹിക്കാനുള്ള ഡെഡിക്കേഷൻ കർത്താവ് എനിക്ക് തന്നിരുന്നു. എന്റെ വിവാഹം കഴിഞ്ഞ നാളുകളിൽ ഞാനും എന്റെ ഭാര്യയും എടുത്തൊരു തീരുമാനമാണ്, കർത്താവിന് വേണ്ടി മരിക്കേണ്ടി വന്നാലും രക്തസാക്ഷിയാകേണ്ടി വന്നാലും പിന്മാറത്തില്ല. ഏത് പ്രലോഭനം വന്നാലും ഏത് പ്രശ്നം വന്നാലും മരിക്കേണ്ടി വന്നാലും ക്രിസ്തുവിനെ വിട്ടൊരു ജീവിതം, ക്രിസ്തുവിനെ വിട്ടൊരു വഴി, അത് ഒന്നിനും ഞങ്ങൾ വഴിപെടത്തില്ല എന്നൊരു തീരുമാനം. ആ തീരുമാനത്തിലേക്ക് ഞങ്ങൾ വരുവാനിടയായി തീർന്നു. അതുകൊണ്ട് ഞാനും എനിക്ക് ദൈവം തന്ന കൂട്ടാളിയും ഒരുമിച്ചിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനും കറിയാനും തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ ആ ദേശത്ത് ദൈവം അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു. അനേകരെ സ്നാനപ്പെടുത്തുവാൻ, അനേകരെ ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ കർത്താവ് എനിക്ക് കൃപ നൽകി. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ വെച്ചും എനിക്ക് ശാരീരികമായ ഒരു പ്രയാസം നേരിടുവാൻ ഇടയായി തീർന്നു. ഞാൻ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് മുന്നേ, ഭയങ്കര ചൂടേറിയ സ്ഥലമാണ്, 7 മണിക്ക് മുന്നേ ഞാൻ ഗ്രാമങ്ങളിൽ ട്രാക്റ്റുമായിട്ട് പോകും. അവിടെ നിന്ന് കിട്ടുന്ന വെള്ളമൊക്കെ കുടിക്കും. അങ്ങനെ വെള്ളത്തിൽ നിന്ന് എനിക്കൊരു ഇൻഫെക്ഷൻ വന്നു. എന്താണെന്നൊന്നും അറിയത്തില്ലായിരുന്നു, എന്ത് സംഭവമാണെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ക്ഷീണവും തളർച്ചയും, നടന്നു പോകുമ്പോൾ തല കറങ്ങി താഴെ വീഴുകയും വൊമിറ്റിങ്ങും പ്രശ്നങ്ങളൊക്കെ വന്നു. പിലാനി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബിർളയുടെ ഹോസ്പിറ്റൽ ഉണ്ട്. ആ മെഡിക്കൽ കോളേജിൽ പോയി അഡ്മിറ്റ് ആയവർ കുറെ ടെസ്റ്റുകളൊക്കെ നടത്തി, CT സ്കാനൊക്കെ എടുത്തു. അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, സാരമായ പ്രശ്നങ്ങളൊന്നും കാണാനില്ല, BP ഇച്ചിരി കൂടുതലുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് 3-ാം ദിവസം എന്നെ ഡിസ്ചാർജ് ചെയ്ത് ഞാൻ വീട്ടിലോട്ട് വന്നു. പക്ഷേ എനിക്കുള്ള ക്ഷീണമോ തളർച്ചയും തലകറക്കമോ ഒന്നും മാറാതെ വന്നപ്പോൾ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ചാച്ചാ നമുക്ക് ചുമ്മാ ചെയ്യുന്നു മഞ്ഞപ്പിത്തത്തിന്റെ ടെസ്റ്റ് നടത്തി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി മഞ്ഞപ്പിത്തത്തിന്റെ ടെസ്റ്റ് നടത്തിയപ്പോൾ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6.8 മഞ്ഞപ്പിത്തം കൂടുതലാണ്. മഞ്ഞപ്പിത്തത്തിന്റെ പ്രയാസമാണ് ഞങ്ങൾ ചിന്തിച്ചു. എനിക്ക് അവിടെ ഒരു ഡോക്ടറുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ അരികിൽ പോയി. ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ മഞ്ഞപ്പിത്തത്തിന്റെ റിസൾട്ട് കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല, രാജസ്ഥാനിലുള്ളവർക്ക് മഞ്ഞപ്പിത്തം വരുന്നതൊക്കെ സ്വാഭാവികമാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നാൽ അന്ന് എന്നെ അവരവിടെ എന്നോട് പറഞ്ഞു, ട്രിപ്പും ഇഞ്ചക്ഷനൊക്കെ എടുത്ത് വിടാമെന്ന് പറഞ്ഞു. അല്പസമയത്തേക്ക് ഒബ്സർവേഷൻ നടത്തി ട്രിപ്പ് എടുക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ ശരീരത്തിലോട്ട് ആ ഫ്ലൂയിഡ് കയറുന്നില്ല, ട്രിപ്പ് കയറുന്നില്ല. എൻ്റെ കയ്യിലെ ഞരമ്പിന്റെ ഭാഗമെല്ലാം മുഴച്ചു വരികയാണ്. ഇപ്പോൾ ഡോക്ടർ വന്ന് പല സ്ഥലങ്ങളിൽ മാറി കുത്തി നോക്കിയിട്ടും ട്രിപ്പ് കയറാതെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു ടെസ്റ്റ് കൂടെ നടത്താം, ഹെപ്പറ്റൈറ്റിസിന്റെ ടെസ്റ്റ്. അത് നമുക്ക് ഇന്ന് റിസൾട്ട് വരത്തില്ല, ഇന്ന് കൊടുത്താൽ നാളെ റിസൾട്ട് വരത്തില്ല, ജയ്പൂരാണ് സാമ്പിൾ അയക്കുന്നത്. ഞാൻ എടുത്തോളാം പറഞ്ഞു. ഞങ്ങൾ ബ്ലഡ് എടുത്തു, അയച്ചു. പിറ്റേന്ന് വൈകിട്ട് ഞാൻ ട്രിപ്പ് ഇടാനായിട്ട് അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ റിസൾട്ട് വന്നു. ഈ സമയത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ശരീരത്തിന് തളർച്ച വന്നു, എന്റെ നാവിന്റെ സംസാരം കുഴയാൻ തുടങ്ങി, എനിക്ക് ക്ഷീണം കൂടി, തളർച്ച കൂടി, എന്റെ കണ്ണുകൾ മങ്ങാൻ തുടങ്ങി, എന്റെ കാലുകൾ തളരുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അപ്പൊ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് കൈകൾക്ക് കാലുകൾക്കും നല്ല ബലക്കുറവുണ്ട്, എന്റെ ശരീരം ഒരു കരിയില പോലെ എനിക്ക് തോന്നുന്നുണ്ടെന്നൊക്കെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അതൊക്കെ പറഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴാണ് ഈ ഹെപ്പറ്റൈറ്റിസിന്റെ തലേ ദിവസം എടുത്ത ബ്ലഡ് സാമ്പിളിന്റെ റിസൾട്ട് വരുന്നത്. ഡോക്ടർ എൻ്റെ അരികിലേക്ക് വന്നു. ഞാനിങ്ങനെ കിടക്കുകയാണ്. അദ്ദേഹം എന്റെ തലയിലൊക്കെ തടവി വെച്ച് എന്നോട് പറഞ്ഞു, അദ്ദേഹം എൻ്റെ നല്ലൊരു സുഹൃത്താണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, സജീവ് ജി, മനുഷ്യന്റെ ആയുസ്സും ജീവിതം എന്നൊക്കെ പറയുന്നത് വളരെ ക്ഷണികമാണ്. ഒരു മനുഷ്യന് എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു നമുക്കറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം പറയാൻ തുടങ്ങുമ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ, എന്നെ കുറിച്ചുള്ള റിപ്പോർട്ട് വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ത് റിപ്പോർട്ടാണെങ്കിലും എന്നോട് പറയാം, ഞാൻ നല്ല ധൈര്യമുള്ള മനുഷ്യനാണ്, എന്ത് വന്നാലും ഫേസ് ചെയ്യാനുള്ള ധൈര്യം എനിക്കുണ്ട്, ധൈര്യമായിട്ട് പറഞ്ഞോളാൻ പറഞ്ഞു. അദ്ദേഹം ഉടനെ പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ അഭിമുഖീകരിക്കാത്തൊരു വിഷയമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഹെപ്പറ്റൈറ്റിസ് B പോസിറ്റീവ് ആണ്. അപ്പൊ തന്നെ
നിങ്ങളുടെ ലിവർ ഫെയിലിയറായി 90% നിങ്ങളുടെ ലിവർ ഡാമേജ് ആണ്. നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ കുറവാണ്. ഞങ്ങൾ വേണമെങ്കിൽ ഡൽഹിയിലെ ഫോർട്ടീസ് ആശുപത്രിയിലോട്ടോ അല്ലെങ്കിൽ അപ്പോളോയിലോട്ടോ എങ്ങോട്ട് വേണമെങ്കിൽ ഞാൻ റെഫർ ചെയ്യാം. പക്ഷെ നിങ്ങൾ എവിടെ പോയാലും രക്ഷപ്പെടത്തില്ല. ഞാൻ അങ്ങനെ ചിന്തിച്ചു എന്ത് ചെയ്യണം ഒന്നും അറിയത്തില്ല. എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ച എന്ത് ചെയ്യണം, എനിക്ക് സംസാരം പുറത്തോട്ട് വരുന്നില്ല, എനിക്ക് കൈ കൊണ്ട് ആക്ഷൻ കാണിക്കാൻ പറ്റുന്നില്ല, കൈക്കൊക്കെ ചലനക്കുറവ് സംഭവിക്കപ്പെട്ടു. ഞാൻ പതുങ്ങിയ ശബ്ദത്തിൽ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നമുക്ക് നാട്ടിൽ പോകാം, എന്നെ എങ്ങനെയെങ്കിലും നാട്ടിൽ കൊണ്ടുപോകണം. പക്ഷേ എൻ്റെ പേഴ്സിനകത്താകെയുള്ള 130 രൂപയാണ്. അന്നൊരു പെസഹ വേഴമാണ്, 2017 ഏപ്രിൽ മാസം, ഒരു പെസഹ വേഴം. കയ്യിൽ കാശില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ എൻ്റെ വൈഫിൻ്റെ ജ്യേഷ്ഠനെ വിളിച്ചു. അദ്ദേഹം പെട്ടെന്ന് പൈസ അറേഞ്ച് ചെയ്ത് എൻ്റെ അക്കൗണ്ടിലോട്ട് രാത്രി ഇട്ടു. അങ്ങനെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഞാൻ താമസിക്കുന്ന ആ രാജ്ഘട്ടിൽ നിന്ന് ഡൽഹി വരെ ബൈ റോഡും അവിടെ നിന്ന് ഫ്ലൈറ്റിലും എന്നെ കേരളത്തിൽ കൊണ്ടുവരുവാനിടയാക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് എന്നെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു, 48 മണിക്കൂറിൽ കൂടുതൽ ഈ മനുഷ്യൻ ജീവിക്കില്ല, മരിച്ചു പോകും. അറിയിക്കാനുള്ളവർക്ക് അറിയിച്ചോ, കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തോ, അത്രയേ ഉള്ളൂ. എന്നെ ആ മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ 2ാമത്തെ വാർഡിൽ ഏതോ ഒരു കട്ടിൻ്റെ അടി കൊണ്ടിട്ടു. കട്ടിനടി കിടക്കുകയാണ്. അവിടെ ബെഡിനൊന്നും സൗകര്യമില്ലായിരുന്നു. ഞാൻ അവിടെ കിടക്കുക. അപ്പൊ എൻ്റെ ജ്യേഷ്ഠനാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. എൻ്റെ വൈഫ് രാജസ്ഥാനിൽ നിന്ന് വന്നിട്ടില്ല. എൻ്റെ ജ്യേഷ്ഠനോട് ഡോക്ടർ പറഞ്ഞു, അറിയിക്കാനുള്ളതൊക്കെ അറിയിച്ചോ, ഇവൻ രക്ഷപ്പെടത്തില്ല, മരിച്ചു പോകും. കാരണം ഏറ്റവും ക്രിട്ടിക്കൽ സ്റ്റേജാണ്, ചെറിയൊരു പതപ്പ് മാത്രമേ ഉള്ളൂ എന്ന് പറയും. അങ്ങനെ എൻ്റെ ചേട്ടൻ വളരെ വിഷമിച്ച് നിൽക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അവിടെ വന്നു. അദ്ദേഹം അവിടെ വന്നപ്പോൾ ചോദിച്ചു, എൻ്റെ ചേട്ടനോട് എന്താ ഇവിടെ നിൽക്കുന്നത് പറഞ്ഞു. ഇങ്ങനെ എൻ്റെ അനുജൻ സജീവ് അഡ്മിറ്റ് ആണ് എന്ന് പറയും. അവരെന്നെ കാണാൻ വന്നു. അവരെന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അദ്ദേഹം പെട്ടെന്ന് അവിടെ സൂപ്രണ്ട് വിളിച്ചു. അദ്ദേഹം അവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹത്തിന് അവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നല്ല ഹോളുള്ള മനുഷ്യനാണ്. അദ്ദേഹം വിളിച്ചു. അല്പസമയങ്ങൾ കഴിഞ്ഞപ്പോൾ ചില ഡോക്ടർമാരൊക്കെ എന്നെ കാണാൻ വന്നതിൻ്റെ ഇടയിൽ വന്നു. അവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ICUയിലോട്ട് റെഫർ ചെയ്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി വിങ്ങിലോട്ട് എന്നെ മാറ്റി. അതിനുശേഷം എന്നെ ICU കൊണ്ടുപോയതിനു ശേഷം അവരെന്നെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു. 38 ദിവസങ്ങൾ ഞാൻ വെന്റിലേറ്ററിൽ കിടന്നു. 38 ദിവസങ്ങൾ ഞാൻ ജീവനും മരണത്തിനും ഇടയിൽ പോരാടി. ഡോക്ടർമാർ പറഞ്ഞു, ഞങ്ങൾ ശ്രമിക്കാം, പക്ഷെ രക്ഷപ്പെടുന്ന കാര്യം സംശയമാണ്. ശരീരത്തിന്റെ ചലനശേഷി മുഴുവൻ നഷ്ടപ്പെട്ടു, സംസാരശേഷി നഷ്ടപ്പെട്ടു. ശരീരത്തിൽ ഹെപ്പറ്റൈറ്റിസിന്റെ വൈറസുകൾ കയറിയിട്ട് ശരീരത്തെ മുഴുവൻ ഡെത്താക്കി. എൻ്റെ കണ്ണ് മാത്രം തുറന്നിരിക്കും, ചലനമില്ല, സംസാരശേഷിയില്ല. ഒരു ജീവച്ഛവമായിട്ട് ഞാൻ ആ വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. പലപ്പോഴും എനിക്ക് സീരിയസ് ആയി വെന്റിലേറ്ററിന്റെ സൈറം മുഴങ്ങും, ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ഓടി വരും. പലപ്പോഴും ഞാൻ മരിച്ചു എന്ന് ഞാൻ തന്നെ ചിന്തിച്ചു. പലപ്പോഴും എൻ്റെ വീട്ടുകാർ ചിന്തിച്ച് ഞാൻ മരിച്ചു എന്ന്. എന്നെ അടക്കുവാൻ, എന്നെ വെക്കുവാൻ ഈ തിരുവനന്തപുരം ജില്ലയിൽ സ്വാഭാവികമായിട്ടും വീടിന്റെ പറമ്പിലാണ് അടക്കുന്നത്. സെമിത്തേരിയൊക്കെ വളരെ കുറവാണ്. എൻ്റെ വൈഫിന്റെ പപ്പയെ അടക്കിയിരിക്കുന്ന കല്ലറയുടെ തൊട്ടടുത്ത് എന്നെ അടക്കുവാൻ കുഴിയെടുക്കാൻ അളന്നിട്ടു. കാരണം മരിച്ചുടനെ കുഴിയെടുക്കുക, അടക്കുക. അതിനുവേണ്ടി കുഴി വരെ എടുക്കാനായിട്ടുള്ള അളവെല്ലാം തിട്ടപ്പെടുത്തി അവർ വെച്ചു. കാരണം ഞാൻ രക്ഷപ്പെടത്തില്ല, ഞാൻ മരിച്ചു പോകും എന്നുള്ള ആ ഒരൊറ്റ പ്രതീക്ഷ എല്ലാവർക്കും. ഏതെങ്കിലും ആംബുലൻസിലേക്ക് സൈറൻ കേൾക്കുമ്പോൾ എൻ്റെ ബോഡി കൊണ്ടുവരുന്നു എന്ന് ചിന്തിച്ചവർ പോലും പിന്നത്തേതിൽ അവിടെ ഉണ്ടായിരുന്നെന്ന് ഞാൻ കേൾപ്പാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ സ്നേഹത്തോടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. വൈദ്യശാസ്ത്രം നടക്കത്തില്ലെന്ന്, രക്ഷപ്പെടത്തില്ലെന്ന്, മരിച്ചു പോകുമെന്ന് എന്നെക്കുറിച്ച് വിധി പറഞ്ഞു. ഞാനും അങ്ങനെ തന്നെ ചിന്തിച്ചു. എനിക്ക് ചില സമയങ്ങളിലൊക്കെ ഓർമ്മ വരുമ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ മുമ്പിൽ കിടക്കുന്നയാൾ മരിക്കുന്നു, എൻ്റെ ഇടത് സൈഡിൽ കിടക്കുന്നയാൾ മരിക്കുന്നു, എൻ്റെ വലത് സൈഡിൽ കിടക്കുന്ന ആളുകൾ മരിക്കുന്നു. ഓരോ മരണം ഞാൻ കാണുമ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു, അടുത്തത് നീയാണ്, അടുത്തത് നീയാണ്, നീ റെഡിയായിപ്പോ, നീയാണ് നിന്റെ മരണം കാണാൻ പോവുക. ഇതായിരുന്നു എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഡോക്ടർമാരുടെ വാക്ക് അവസാന വാക്കല്ല, വൈദ്യശാസ്ത്രത്തിന്റെ വാക്ക് അവസാന വാക്കല്ല. എന്നെ വിടുവിച്ച ഒരു ദൈവമുണ്ട്, എന്നെ രക്ഷിച്ച ഒരു ദൈവമുണ്ട്, എന്നെ ചികിത്സിച്ച, എന്നെ നോക്കിയ ജോസ് ഡോക്ടർ എന്നെ കാണുമ്പോൾ പറയാറുണ്ട്, സജീവ്, താങ്കൾ ഞങ്ങൾക്കൊരു അത്ഭുതം,
ഇന്നും ഞങ്ങൾക്ക് പിടികിട്ടാത്തൊരു സൗഖ്യമാണ് നിങ്ങളുടെ ശരീരത്തിൽ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, മരണത്തെ മുഖാമുഖമായി കണ്ടുകിടന്ന, വൈദ്യശാസ്ത്രം പരാജയപ്പെട്ട എന്റെ ജീവിതത്തിലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങി വരുവാനിടയായി. ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അറിയിക്കാനുള്ളവരൊക്കെ അറിയിച്ചു എന്ന് പറയുമ്പോൾ എന്നെ കാണാനോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ പ്രത്യേകിച്ച് പാസ്റ്റർമാരാരോടെ വന്നില്ല. കാരണം വന്നാൽ എൻ്റെ ഭാര്യ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അവരാരും വന്നില്ല. ഞാൻ ഹോസ്പിറ്റലായി മൂന്നാമത്തെ നാലാമത്തെ ദിവസമാണ് അവള് രാജസ്ഥാനിൽ നിന്ന് വണ്ടി കയറുന്നത്. 6ാമത്തെ 7ാമത്തെ ദിവസം ഇവിടെ എത്തി. അതുമുതല് ഐസിയുടെ ഫ്രണ്ടിൽ എൻ്റെ പപ്പായും മമ്മിയും എൻ്റെ ഭാര്യയും ഇരിപ്പുണ്ട്. എൻ്റെ ബ്രദറും എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഹോസ്പിറ്റലിന്റെ പുറത്തിരിപ്പുണ്ട്. എപ്പോൾ വേണമെങ്കിലും ദുഃഖവാർത്ത കേൾക്കാം എന്നുള്ള ആ പ്രതീക്ഷയോടെ പലരും ഇരിക്കുകയാണ്. പലപ്പോഴും സീരിയസ് ആയ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഡോക്ടർ രാവിലെ വന്ന് വൈഫിനോട് പറഞ്ഞു, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പോലും ഉച്ചവരെ പോലും സജീവ് പോകത്തില്ല, അത്ര കണ്ടീഷൻ മോശമാണ് എന്ന് പറയുവാനിടയായി തോന്നുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വൈഫിനോട് പറഞ്ഞു, കയറി കാണുന്നെങ്കിൽ കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ അവൾ കയറി കാണാൻ വരുമ്പോൾ എൻ്റെ കണ്ണ് അവർ കെട്ടിവെച്ചിരിക്കുകയാണ്. കാരണം ഞാൻ രാത്രി ഉറങ്ങത്തില്ല, എനിക്ക് പേടിയാണ്, ഭയമാണ്, മരണഭയമാണ്. കണ്ണടച്ചാൽ ഇനി കണ്ണ് തുറക്കാൻ പറ്റിയില്ലെങ്കിലോ, അപ്പുറത്ത് കിടന്ന ആൾ മരിച്ചതുപോലെ ഞാൻ മരിച്ചു പോയാലോ എന്നൊരു ഭയം എന്നെ എപ്പോഴും ഭരിച്ചതുകൊണ്ട് രാത്രിയാകുമ്പോൾ സിസ്റ്റേഴ്സ് വന്ന് എൻ്റെ 2 കണ്ണിലും അവർ കെട്ടിവെക്കും. രാവിലെ സീരിയസ് ആണെന്ന് പറഞ്ഞ് എൻ്റെ വൈഫിനെ കയറ്റി വിടുമ്പോൾ വൈഫ് കാണുന്നത് എൻ്റെ കണ്ണ് കെട്ടിവെച്ചിരിക്കുന്നതാ. സത്യത്തിലായി ആ ഐശ്വര്യനാഥ് കിടന്ന് എൻ്റെ വൈഫ് നിലവിളിച്ചു. അവൾ ഓർത്തത് ഞാൻ മരിച്ചതിന് ശേഷം എന്നെ കാണാനായിട്ട് കയറ്റിയതാണെന്നുള്ള ചിന്തയായിരുന്നു. പക്ഷേ സിസ്റ്റർമാർ വന്ന് പറഞ്ഞു, കരയണ്ട, മരിച്ചിട്ടൊന്നുമില്ല, ഇവൻ രാത്രി കണ്ണടയ്ക്കത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ കണ്ണ് കെട്ടിവെച്ചതാണെന്ന് പറഞ്ഞു. അല്പം കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ രാജസ്ഥാനിലെ ഞങ്ങളുടെ അടുത്തുള്ള ഞാൻ താമസിച്ച പിരാനി എന്നൊരു സ്ഥലത്തുണ്ട്. അവിടെ ഞങ്ങൾ കുറെ പരിചയക്കാരായ മലയാളികളുണ്ട്. അവിടുത്തെ ഒരു ആന്റി എൻ്റെ ഫോണിൽ വിളിച്ചു. എൻ്റെ ഫോൺ വൈഫിന്റെ കയ്യിലാണ്. വൈഫ് ഫോൺ എടുത്തു. വൈഫിനോട് ചോദിച്ച ചോദ്യം, സജീവ് പാസ് എപ്പോഴാണ് മരിച്ചത്? അടക്കുന്ന എവിടാ? തിരുവനന്തപുരത്താണോ കട്ടപ്പനയിലാണോ? ഞെട്ടിപ്പോയി. അവള് വിചാരിച്ചു ഞാൻ മരിച്ചു, എന്നോട് ഡോക്ടർമാർ പറയാത്തതാണ്, വീട്ടുകാർ പറയാത്തതാണെന്ന് ചിന്തിച്ച് ഐശ്വര്യന്റെ മുമ്പിൽ കിടന്ന് നിലവിളിച്ച് കരയുവാനിടയായി തോന്നുന്നു. അവിടെ നിലവിളി കേട്ട് ഡോക്ടർ ഇറങ്ങി വന്നേച്ച് പറഞ്ഞു, ഇല്ല, സജീവനൊന്നും പറ്റിയിട്ടില്ല, സജീവിടെ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, മരണത്തിനും ജീവനും ഇടയിൽ ഒരുപാട് നാളുകൾ ഞാൻ തള്ളി നീക്കി. ഒരിക്കൽ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞു പോയ ജോബിൻ ഡോക്ടർ രാവിലെ വന്നു. രാവിലെ വരുമ്പോൾ അദ്ദേഹം സിസ്റ്റേഴ്സിനോട് ചോദിച്ചു, ഇന്നാരും പോയില്ലേ? ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നാരും പോയില്ലേ? കാരണം താൻ എല്ലാ ദിവസവും രാത്രി പോയിട്ട് തിരിച്ചു വരുമ്പോൾ 3-4 പേര് പഴയത് കാണത്തില്ല, പുതിയ ആൾക്കാരായിരിക്കും അവിടെ കിടക്കുന്നത്. പഴയവർ മരിച്ച് ലോകത്തുനിന്ന് മാറ്റപ്പെട്ട് കാണും. ഇന്നാരും പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അന്നുണ്ടായിരുന്ന സിസ്റ്റർ പറഞ്ഞൊരു മറുപടി എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. 15, 13 പോകാൻ കിടപ്പുണ്ട്, 15 ഞാൻ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയരെ, ഇത് പറഞ്ഞ അരമണിക്കൂർ കഴിഞ്ഞില്ല, 13 പോയി. പക്ഷെ 15 ഇന്നും ജീവനോടെ ഇരിക്കുന്നു. 15 ഇന്നും ആയുസോടെ ഇരിക്കുന്നു. മരിച്ചു പോകുമെന്ന് ഡോക്ടർമാർ സാക്ഷ്യം പറഞ്ഞിട്ടും, മരിച്ചു പോകുന്ന ലോകം വിധി പറഞ്ഞിട്ടും, വിധികളെ തോൽപ്പിച്ചുകൊണ്ട്, വൈദ്യശാസ്ത്രത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് കർത്താവ് എൻ്റെ പ്രാണനെ എനിക്ക് മടക്കി നൽകാനിടയായി തോന്നുന്നു. ഹല്ലേലൂയ. എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് കർത്താവ് വിടുവിച്ചു. ജീവനിലേക്ക് കർത്താവിനെ കൊണ്ടുവന്നു. ഇന്നും ആയുസോട് ഇരിപ്പാൻ കർത്താവ് കൃപ നൽകി. അങ്ങനെ കർത്താവ് എനിക്ക് അത്ഭുതകരമായ വിടുതലുകൾ നൽകി. ആ വിടുതൽ ലഭിക്കുന്നതിന് മുമ്പേ വെന്റിലേറ്റർ ഘടിപ്പിച്ചിരുന്ന എന്റെ ശ്വാസകോശത്തിനകത്ത് ഇൻഫെക്ഷൻ വന്നു. ചിന്തിക്കണം, മൂക്കിൽ റൈസ് ട്യൂബ്, യൂറിൻ പോകാൻ കത്തീഡ്രല്, ബാക്കിയകത്ത് മുഴുവൻ വെന്റിലേറ്ററിന്റെ പൈപ്പുകൾ, ശരീരം മുഴുവൻ പൈപ്പുകൾ മാത്രം. ആര് വന്ന് കണ്ടാലും പേടിച്ചു പോകുന്ന ഒരു ഭീകര രൂപം. അസ്ഥിയോട് പറ്റിക്കിടക്കുന്ന ഒരു ചെറിയ ശരീരം, കണ്ണ് മാത്രം മുന്തി നിൽക്കുന്ന രൂപം. ആര് വന്ന് കണ്ടാലും കരയാതെ അവിടെ നിന്ന് ആരും പോകത്തില്ല. അത്ര ശാരീരിക ബലഹീനത അനുഭവിച്ച സമയം. അങ്ങനെ ഇരിക്കുമ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ശ്വാസകോശം ഇൻഫെക്ഷനായി, വെന്റിലേറ്റർ മെഷീൻ മാറ്റണം. മാറ്റിയാലും മരിക്കും, മാറ്റിയില്ലേലും മരിക്കും.
ഒരു സൊല്യൂഷൻ ഉണ്ട്, ട്രക്കസ്റ്റമി ചെയ്യണം. സത്യത്തിൽ അന്ന് വരെ ട്രക്കസ്റ്റമി എന്താണെന്ന് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ 2017 ട്രക്കസ്റ്റമിയെ കുറിച്ച് ഞാൻ കേട്ടു. അവർ പറഞ്ഞു ട്രക്കസ്റ്റമി ചെയ്യണം. പക്ഷെ കാരണമുണ്ട്. ട്രക്കസ്റ്റമി ചിലപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലർക്ക് അറ്റാക്ക് വരും, മരിച്ചു പോകും. ചിലർക്ക് ഓവർ ബ്ലീഡിങ് വരും, അവർ മരിച്ചു പോകും. ചിലർ കോമയായി പോകും, ചിലർ രക്ഷപ്പെടും. രണ്ടുപേർ സൈൻ ചെയ്യണം, അപ്പനും വൈഫും സൈൻ ചെയ്യണം. വൈഫ് പറഞ്ഞില്ല, സൈൻ ചെയ്യത്തില്ല, എനിക്ക് എൻ്റെ അച്ഛൻ ഇങ്ങനെ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടം, ഇങ്ങനെ കടന്ന് മരിച്ചു പോകുമെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ ഒരു സുഹൃത്ത് ഓസ്ട്രേലിയ വിളിച്ചിട്ട് പറഞ്ഞു ധൈര്യമായിട്ട് ട്രക്കസ്റ്റമിക്ക് ഒപ്പിടും, നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, അവരൊരു ദോഷം വരുത്തില്ല. അങ്ങനെ ട്രക്കസ്റ്റമി ചെയ്തു. ട്രക്കസ്റ്റമി വിജയമായിരുന്നു. അറ്റാക്ക് വരാൻ ദൈവം അനുവദിച്ചില്ല, കോമയാകാൻ അനുവദിച്ചില്ല, ബ്ലീഡിങ് വരാൻ അനുവദിച്ചില്ല. കർത്താവ് സൗഖ്യം നൽകി. 38-ാം ദിവസം വെന്റിലേറ്റർ മെഷീൻ മാറ്റി. അതിനുശേഷം ഹൈക്കെയർ എന്ന് പറയുന്ന ഒരു വാർഡിലേക്ക് എന്നെ കൊണ്ടുപോയി ഫിസിയോതെറപ്പി ചെയ്യാൻ തുടങ്ങി. എൻ്റെ കൈക്കും കാലിനും വിരലിനും ഒക്കെ ചെറിയ അനക്കമൊക്കെ കിട്ടി. അതിനുശേഷം ചില നാളുകൾ കൂടെ അവിടെ കിടന്നതിന് ശേഷം എന്നെ ഡിസ്ചാർജ് ചെയ്തു. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഫിസിയോതെറപ്പി ചെയ്യണമെന്നുള്ള ആ ഒരു നിബന്ധനയിലേക്ക് എന്നെ കൊണ്ടുപോകുവാനിടയായി തീർന്നു. ആശുപത്രി കിടക്കുമ്പോൾ എനിക്ക് സംസാരശേഷിയില്ല, പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയിരുന്നു. കൈയൊക്കെ ചലിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ വൈഫ് എനിക്ക് 200 പേജിന്റെ ഒരു ബുക്ക് മേടിച്ചോണ്ട് വന്നു. അച്ചാച്ചാ ഇതിൽ എഴുതിയാൽ മതി. എൻ്റെ കൈ പിടിച്ച് അവൾ എഴുതിപ്പിക്കും. അങ്ങനെ എനിക്ക് പറയാനുള്ളത് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് എഴുതിയാണ്. ഇന്നും ഞാനൊരു വളരെ നല്ല നിലകളിൽ ആ ബുക്ക് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാനത് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. വൈഫ് അത് വായിക്കും, അതിനനുസരിച്ച് എനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ഡിസ്ചാർജ് ആകുമ്പോൾ ഞാൻ എഴുതി കൊടുത്തു, എനിക്കൊരു വാക്കർ മേടിക്കണം. ഞാൻ ആ വാക്കറുമായിട്ട് വീട്ടിലോട്ട് വരികയാണ്. വീട്ടിൽ കൊണ്ടുവന്നു. ഒരു ജീവച്ഛവമായിട്ട് കിടക്കുക, സംസാരശേഷി ഇല്ലാത്തവരെ കിടക്കുക. ഫിസിയോതെറപ്പി ചെയ്യാൻ തുടങ്ങി. ഡോക്ടർമാർ അവിടെ നിന്ന് വരുന്നതിന് മുന്നേ പറഞ്ഞു പിടിച്ചു നടക്കാൻ 6 മാസമാകും, പിടിക്കാതെ നടക്കാൻ 1 വർഷമാകും. ഈ ശബ്ദം ശ്രവിക്കുന്ന ആരോഗ്യ ടിവിയിലെ ഓരോ പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ളത് 29-ാം ദിവസം ഞാൻ പിടിക്കാതെ നടന്നു. 1 വർഷമാകും പിടിച്ചു നടക്കണമെന്ന് പറഞ്ഞത്. പിടിക്കാതെ നടക്കാൻ 6 മാസമാകണമെന്ന് പറഞ്ഞത്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഡോക്ടർമാർ പറഞ്ഞു 6 മാസമാകുമ്പോൾ പതുക്കെ പതുക്കെ പിടിച്ചു നടത്താം, 1 വർഷം വേണം പിടിക്കാതെ നടക്കണമെന്ന്. എന്നാൽ 29-ാം ദിവസം പിടിക്കാതെ ഞാൻ നടന്നു. എൻ്റെ ഭാര്യ ഒരു കസാരയുമായിട്ട് എൻ്റെ പുറകിൽ നിന്ന് വരും. ഞാൻ പിടിക്കാതെ വേച്ച് കൊച്ചു കുഞ്ഞുങ്ങൾ നടക്കാൻ തുടങ്ങുന്നത് പോലെ വേച്ച് നടക്കാൻ തുടങ്ങി. 1.5 മാസമായപ്പോൾ ഏകദേശം 700 മീറ്റർ ഞാൻ പിടിക്കാതെ നടക്കാൻ തുടങ്ങി. ഞാൻ പറയട്ടെ, കർത്താവിന്റെ കാലുകൾക്ക് ബലം നൽകി, കൈകൾക്ക് ബലം നൽകി, ജോയിന്റ്സിന് ബലം നൽകി, ശക്തി നൽകി. അപ്പോഴും എന്നെ അഭിമുഖീകരിച്ച വിഷയം സംസാരശേഷി തിരിച്ചു കിട്ടിയിട്ടില്ല. അങ്ങനെ വീണ്ടും ENT കാണാൻ പോയി. വീണ്ടും ഒരു സർജറി വേണ്ടി വന്നു. കാരണം ട്രക്കസ്റ്റമി ചെയ്ത ഒരു ട്യൂബ് അത് പുറത്തോട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഒരുപക്ഷെ കാണുന്നവർക്ക് കാണാം, കഴുത്തിൽ ആ പാട് ഇപ്പോഴും ഉണ്ട്. അതൊരു സിഗ്നേച്ചർ പോലെ ഇങ്ങനെ ഒരിക്കലും മാറാതെ കിടക്കുകയാണ്. അതൊരിക്കലും മാറരുതെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ആ പാട് മാറാതെ ഞാൻ ഓരോ ദിവസവും കണ്ണാടി നോക്കുമ്പോൾ അത് കാണണം. കാരണം ഞാൻ കിടന്ന അവസ്ഥ, ഞാൻ വന്ന സാഹചര്യം അതൊന്ന് തിരിച്ചറിയാൻ ഞാൻ ഇപ്പോഴും അത് കണ്ടുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ENT അടുത്ത് പോയപ്പോൾ അവര് എൻഡോസ്കോപ്പി ചെയ്തു. എന്നിട്ട് പറഞ്ഞു ശരീരത്തിന്റെ ഞരമ്പുകളൊക്കെ ബ്ലോക്കായ സമയത്ത് ശബ്ദം വരുന്ന വോക്കക്കോടും പ്രശ്നങ്ങളെല്ലാം ബ്ലോക്കായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ട്യൂബ് മാറ്റിയാലും സംസാരശേഷി തിരിച്ചു കിട്ടത്തില്ല എന്ന് പറയുവാനിടയായി. ഞാൻ വളരെ സങ്കടപ്പെട്ടപ്പോൾ എന്റെ വൈഫ് എന്നോട് അച്ഛൻ എന്തിനാ ഭാരപ്പെടുന്നത്, മരിച്ചു പോകുമെന്ന് പറഞ്ഞു, ജീവിച്ചില്ലേ, നടക്കത്തില്ലെന്ന് പറഞ്ഞു, നടന്നില്ലേ, ശബ്ദം കിട്ടത്തില്ലെന്ന് പറഞ്ഞാലും ശബ്ദം നൽകാൻ ദൈവം മതിയായവനാണ്. അങ്ങനെ ഹല്ലേലൂയ ആ സർജറി ചെയ്തു. ആ ട്യൂബ് മാറ്റുന്ന സമയത്ത് ആ സെക്കൻഡിൽ ഞാൻ സംസാരിച്ചു തുടങ്ങി. അന്ന് സംസാരിച്ചു തുടങ്ങി. ആ സംസാരം ഇന്നും നിലച്ചിട്ടില്ല. 2017 സംസാരിക്കാൻ തുടങ്ങി. 2026 നമ്മൾ കടന്നിരിക്കുന്നു. ഇന്ന് കർത്താവ് എനിക്ക് ബലം നൽകുന്നു. ഇന്നും അവ 1.5 മണിക്കൂറും 2 മണിക്കൂറും ഒക്കെ വിവിധ സഭകളിൽ പോയി ശക്തമായി ദൈവവചനം ശുശ്രൂഷിപ്പാനുള്ള ശബ്ദം കർത്താവ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു. അതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വന്നത്, മരണത്തിൽ നിന്നും ജീവനിലേക്ക് നയിക്കുന്ന ഒരു ദൈവം. സങ്കീർത്തനക്കാരൻ പറഞ്ഞു ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. എന്റെ ശബ്ദം വിവിധ ഇടങ്ങളിൽ നിന്ന് ശ്രവിക്കുന്ന പ്രിയരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, വൈദ്യശാസ്ത്രത്തിന്റെ വാക്ക് അവസാന വാക്കല്ല. അതിനപ്പുറമായി നമ്മെ വിടുവിപ്പാൻ, സൗഖ്യമാക്കുവാൻ, മരണപാശങ്ങളെ അഴിക്കുവാൻ എന്റെ കർത്താവ്
മതിയായവനാണ്. എന്നെ വിടുവിച്ച ദൈവം, എന്നെ സൗഖ്യമാക്കിയ ദൈവം, എന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച ദൈവം, ഇന്നും ആയുസ്സോടെ ആരോഗ്യത്തോടെ എന്നെ നിർത്തിയിരിക്കുന്ന ദൈവം നിങ്ങളെ വിടുവിപ്പാൻ, നിങ്ങളെ സൗഖ്യമാക്കുവാൻ മതിയായവനാണ്. മരണത്തെ മുഖാമുഖമായി കണ്ട ഒത്തിരി സന്ദർഭങ്ങൾ, കിഡ്നി ഫെയിലിയർ ആയപ്പോൾ മരണത്തെ മുഖാമുഖമായി കണ്ടു, അവിടുന്ന് കർത്താവ് വിടുവിച്ചു. ലിവർ ഫെയിലിയർ ആയപ്പോൾ മരണത്തെ മുഖാമുഖമായി കണ്ടു, കർത്താവ് അവിടുന്ന് എന്നെ വിടുവിച്ചു. എന്നെ വിടുവിച്ച ദൈവത്തിന്, പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ വിടുവിപ്പാൻ കഴിയും. ആര് കർത്താവിൽ വിശ്വസിക്കുന്നുവോ, ആര് കർത്താവിനോട് അടുത്തു വരുന്നുവോ, അവരെ വിടുവിപ്പാൻ എന്റെ കർത്താവ് മതിയായ ദൈവമാണ്. Praise the Lord. ഇന്ന് ഹല്ലേലൂയ, തിരുവനന്തപുരം ജില്ലയ്ക്ക് അടുത്ത്, കേരള തമിഴ്നാട് ബോർഡറിന് അടുത്ത് മഞ്ഞാനം കൂടുന്ന സ്ഥലമുണ്ട്. അവിടുത്തെ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ ശുശ്രൂഷകനായിരിക്കാൻ കർത്താവ് എനിക്ക് അവസരങ്ങൾ നൽകുവാൻ ഇടയായി തോന്നുന്നു. എന്നൊരു കാര്യം കൂടെ പറഞ്ഞ് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ അടുത്ത കാലത്ത് എന്റെ ബൈക്കിന്റെ പുറകിൽ നിന്ന് എന്റെ വൈഫ് ഒന്ന് വീണു. ഹല്ലേലൂയ, വളരെ പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയാണ്. അവൾ ബൈക്കിന്റെ പുറകിൽ നിന്ന് വീണു. അവൾക്ക് നട്ടലിന് പരിക്കേൽക്കുവാൻ ഇടയായി തോന്നുന്നു. ഒരു മേജർ സർജറി വേണമെന്ന് പറഞ്ഞു. ഞങ്ങള് ആ മേജർ സർജറി ചെയ്യാനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒത്തിരി തടസ്സങ്ങൾ സർജറിയോടുള്ള ബന്ധത്തിൽ വന്നു. എന്നിട്ട് അവസാനം പലരും പറഞ്ഞു, ഈ സർജറി ചെയ്താൽ ഒരിക്കലും ചിലപ്പോൾ കട്ടിലിൽ നിന്ന് എഴുന്നേക്കത്തില്ല, അല്ലെങ്കിൽ വാക്കറിൽ ജീവിതകാലം മുഴുവൻ കടക്കേണ്ടി വരും. ചിലപ്പോൾ L4 L5 സർജറി ചെയ്ത് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ യൂറിനറി ഇൻഫെക്ഷൻ വന്ന് എപ്പോഴും യൂറിൻ ബാഗ് എപ്പോഴും ഇട്ടുകൊണ്ട് വേണം പിന്നെ ജീവിക്കാൻ പറ്റുമെന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയുവാനിടയായി തോന്നുന്നു. എന്നാൽ ഞങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ആ സർജറിക്ക് വേണ്ടി തയ്യാറാകുവാനിടയായി തോന്നുന്നു. 2024 ജനുവരി മാസം 4-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് ആ സർജറി നടക്കപ്പെടുവാനിടയായി തീർന്നു. സർജറി വിജയകരമായിരുന്നു. കർത്താവ് അവളെ ആയുസോടെ ആരോഗ്യത്തോടെ നിർത്തി. ഞാൻ പറഞ്ഞു വന്നത്, അവൾക്ക് സമാനമായ സർജറി ചെയ്ത പലരും എന്റെ അറിവിൽ, എന്റെ വേണ്ടപ്പെട്ടവരിൽ പലരും ഇപ്പോഴും കട്ടിലുമേ കിടക്കുമ്പോൾ അവൾ എന്നോടൊപ്പം ദീർഘദൂരങ്ങൾ സഞ്ചരിച്ച് കർത്താവിന്റെ വേലയിൽ വ്യാപൃതയായിരിക്കുന്നു. ഞാൻ പറഞ്ഞത്, കർത്താവിന് അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും. ലോകത്തിന്റെ വാക്കുകളെക്കാൾ അപ്പുറമായി ദൈവത്തിന്റെ വാക്ക് വിശ്വസിച്ചാൽ, ദൈവത്തിൽ ആശ്രയിച്ചാൽ കർത്താവിന് അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും. മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി സ്വർഗത്തിലെ സകല മഹിമയും വെടിഞ്ഞ് താണഭൂമിയിലേക്ക് വന്ന് നമുക്ക് വേണ്ടി 33.5 തിരുവയസ്സ് വരെ ജീവിച്ച് ശരീരത്തിൽ പങ്കപ്പാടുകളേറ്റ് മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് നമ്മെ സൗഖ്യമാക്കുവാൻ, നമ്മെ വിടുവിപ്പാൻ, നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ, നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയും എന്ന ധൈര്യത്തോടുകൂടിയുള്ള സാക്ഷ്യമാണ് എനിക്ക് പ്രിയ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുവാനുള്ളത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ കുടുംബത്തെ, എന്നെ അനുഗ്രഹിക്കും വിടുവിക്കും ഒക്കെ ചെയ്ത കർത്താവിന് നിങ്ങളെയൊക്കെ അനുഗ്രഹിപ്പാനും വിടുവിപ്പാനും കഴിയും. എൻ്റെ മൂത്ത മോനെ +2 കഴിഞ്ഞ് നിൽക്കുന്നു. രണ്ടാമത്തെ മോൻ ഈ വർഷം +2 പരീക്ഷ എഴുതുന്നു. മോള് SSLCക്ക് പരീക്ഷ എഴുതുന്നു. അപ്പൊ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം, ഒരു കുടുംബ ജീവിതം, അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ കർത്താവ് എനിക്ക് നൽകുവാനിടയായി തീർന്നു. കഴിഞ്ഞ 21 വർഷമായിട്ട് ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ അനുഗ്രഹിക്കപ്പെട്ട നിലകളുള്ള ശുശ്രൂഷകൾ ചെയ്യുവാൻ കർത്താവ് എന്റെ ജീവിതത്തിൽ അവസരങ്ങൾ നൽകുവാനായിട്ട് ഇടയായി തീർന്നു. കർത്താവ് ഒരുക്കുന്ന എല്ലാ അവസരങ്ങളെ ഓർത്ത് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ആരോമ TV-യിൽ എനിക്കും വന്ന് ഇങ്ങനെ ഒരു ഭാഗവാക്കാകുവാൻ കഴിയുമെന്നാൽ കർത്താവ് അതിനുവേണ്ട അവസരങ്ങളെ ഒരുക്കുവാനിടയായി തീർന്നു. അതിനുവേണ്ടി എനിക്ക് അവസരം ഒരുക്കിയ പ്രിയ പാസ്റ്റർ ഡാനിയൽ ജോൺ അവരോടുള്ള ഹൃദയംഗമായ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു നിർത്തുന്നു. എന്നെ വിടുവിച്ച ദൈവത്തിന് നിശ്ചയമായും നിങ്ങളെ ഓരോരുത്തരെയും വിടുവിപ്പാൻ കഴിയും, സൗഖ്യമാക്കുവാൻ കഴിയും. മരണമല്ല, ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുവാൻ, ഇവിടെ കരം പിടിക്കുവാൻ എന്റെ കർത്താവ് മതിയായവനാണ്. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ഞാനൊന്ന് പ്രാർത്ഥിച്ച് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ ഏറ്റവും ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹമേറിയ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ആരോമ TV ഇപ്രകാരം കടന്നു വരുവാൻ എന്റെ ജീവിതത്തിൽ അങ്ങ് ഒരുക്കി തന്ന വിലപ്പെട്ട നിമിഷങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പ്രിയ കർത്താവിന്റെ ദാസനെ സ്തോത്രത്തോടെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവം തന്നെ അനുഗ്രഹിക്കണം. ഈ പ്രവർത്തനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണം. ഇതിലൂടെ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ അനേകർക്ക് രക്ഷയ്ക്കും മാനസാന്തരത്തിനും വിശ്വാസം വർദ്ധിക്കുന്നതിനും സൗഖ്യമാകുന്നതിനും ഒക്കെ കാരണമാകുവാൻ കർത്താവ് സഹായിക്കണം. കർത്താവെ, ഈ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമാകുവാൻ, ഒരു ആശ്വാസമാകുവാൻ കർത്താവ് സഹായിക്കണം.
ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കിയ പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമോ. ആമേൻ. ആമേൻ. താങ്ക് യു കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സജീവ്. ഇത്രത്തോളം സമയം ഐശ്വര്യമായി വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരുപാട് അനുഭവങ്ങളുടെ ഓർമ്മകൾ അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കർത്താവിന്റെ ദാസന് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. വാസ്തവത്തിൽ ഹൃദയത്തെ പിടിച്ചുകുലുക്കിയ, കണ്ണ് മുഴുവനും തുടർച്ചയായിട്ട് നനഞ്ഞ ഒരുപാട് അനുഭവങ്ങളുടെ ഒരു കൂമ്പാരമാണ് ദൈവദാസന്റെ ജീവിതത്തിലുടനീളം പറയുവാനുള്ളത്, പങ്കുവയ്ക്കുവാനിടയായി തീർന്നത്. സ്തോത്രം. ദൈവദാസൻ വാസ്തവത്തിൽ ദൈവത്തിന്റെ സ്നേഹം ജീവിതത്തിലുടനീളം തൊട്ടറിഞ്ഞ, രുചിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ലോകത്തിന്റെ സ്നേഹം ഒരു ഘട്ടത്തിൽ തിരിച്ചറിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് ബോധ്യമായി എന്നെ സ്നേഹിപ്പാൻ, എന്നെ അന്വേഷിച്ചു വരുവാൻ, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുവാൻ ആരുമില്ല എന്ന്. അത് മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിമയായി പാപത്തിന്റെ മ്ലേച്ഛ വഴികളിൽ ജീവിച്ച് ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോഴാണ് ആ ഒരു ബോധ്യം വന്നത്. അവിടെ വെച്ച് തീരുമാനിച്ചു, ഇനി മേലിൽ ഞാൻ ഇങ്ങനെ ഒരു കൂട്ടുകെട്ടിലേക്ക് പോവുകയില്ല, ഇങ്ങനെ ഒരു തെറ്റായ ജീവിതത്തിലേക്ക് ഞാൻ പോവുകയില്ല, നല്ലതായി ജീവിക്കുമെന്ന്. പക്ഷേ ജയിലിൽ നിന്ന് എങ്ങനെയോ പുറത്തു വന്നു, അതൊന്നുകൂടി ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. പക്ഷെ വീണ്ടും പഴയതിനേക്കാൾ ഗൗരവമായ പാപവഴികളിലേക്ക്, തെറ്റായ ജീവിതത്തിലേക്കും പോയി വളരെ ഗുരുതരമായ ജീവിതം പിന്നെയും നയിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. എന്നാൽ അവിടെയും പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘവർഷങ്ങളിലേക്ക് ശിക്ഷിക്കപ്പെടാവുന്ന സ്ഥാനത്ത് കർത്താവിന്റെ ക്രൂശിലെ സ്നേഹമാണ് ആ വാദി ആയ ആ പുരോഹിതന് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. സ്തോത്രം. അത് വാസ്തവത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹമാണ് അവിടെയും ദൈവദാസനെ രുചിച്ചറിയുവാനിടയായി തീർന്നത്. സ്തോത്രം. തീർന്നില്ല, പിന്നെ ഇങ്ങോട്ട് ഒരുപാട് സംഭവങ്ങൾ തുടർമാനമായി ദൈവസ്നേഹം രുചിച്ചറിയുവാൻ, തിരിച്ചറിയുവാൻ. ഒരു കുശവന്റെ കയ്യിലെ കളിമൺ പാത്രം പോലെ മെനയപ്പെട്ട അനുഭവങ്ങൾ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തീച്ചൂളയുടെ അനുഭവങ്ങൾ, യജമാനന് പ്രസാദകരമായി ഉപയോഗിക്കത്തക്കവണ്ണം ഒരു മനോഹരമായ ഒരു പാത്രമായി പണിയപ്പെടുവാൻ വേണ്ടി ആ കരങ്ങളിലൂടെ കയറി ഇറങ്ങപ്പെട്ടതായ നാളുകൾ, അത് ശരിക്കും അനുഭവിച്ച ആ വ്യക്തിയും കേൾക്കുന്ന വ്യക്തിക്ക് പോലും ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ദേവദാസന്റെ ഈ സാക്ഷ്യം ശരിക്കും വിശ്വസിക്കാൻ പോലും പറ്റില്ല. ഇങ്ങനെ ഒരു സാക്ഷ്യം പറയത്തക്കവണ്ണം ഒരു വ്യക്തി ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പോലും പറ്റാത്ത ഒരു അനുഭവമാണ്. സ്തോത്രം. അതിൽ നിന്നല്ല ഞാൻ മനസ്സിലാക്കുന്നത്, വേണ്ടാത്തതായ എല്ലാ അഴുക്കുകളെയും പാപക്കറകളെയും അതാ മാനസിക മണ്ഡലത്തിൽ നിന്നും, ജീവിതത്തിന്റെ എല്ലാ ഏടുകളിൽ നിന്നും അത് ഒഴുക്കിക്കളയുവാൻ വേണ്ടി കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ രക്തം കയറി ഇറങ്ങിയപ്പോൾ, ആ ജീവൻ കയറി ഇറങ്ങിയപ്പോൾ നടന്ന ചില പ്രോസസ്സുകൾ. അതാണ് എബ്രായ ലേഖനം 4:12 നമ്മൾ വായിക്കുന്നത്. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളത്, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും, അത് ആത്മാവിനെയും പ്രാണനെയും ശരീരത്തിന്റെ എല്ലാ മണ്ഡലങ്ങളെയും തുളച്ചു ചെല്ലുന്നതുമായ ഒരു ദൈവത്തിന്റെ വചനം. ആ ദൈവത്തിന്റെ വചനം അങ്ങോട്ട് ഹൃദയത്തിൽ വന്നപ്പോൾ ആ വചനം ഒരു ഡൈനാമിറ്റ് പോലെ അത് ആ ജീവിതത്തിൽ മുഴുവൻ പ്രവർത്തിക്കുകയായിരുന്നു. അതിന്റെ ആ ഒരു സ്ഫോടന പവറാണ് ശരിക്കും ആ ജീവിതത്തിൽ നടന്നത്. സ്തോത്രം. ഇങ്ങനെ ഒരു സാക്ഷ്യം പുറത്തു വരാൻ വേണ്ടി നടന്ന സംഭവങ്ങളാണ്. സ്തോത്രം. ഇങ്ങനെ ഒരു സാക്ഷ്യം പുറത്തു വരണമെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഒരിക്കൽ
നമുക്കറിയാം പൗലോസ് അപ്പോസ്തലനും 276 ആളുകളുമായിട്ട് യാത്ര ചെയ്ത കപ്പൽ മുഴുവനും കർത്താവ് തച്ച് ഉടച്ചു. ആ കപ്പലിലെ മുഴുവൻ സാധനങ്ങളും നഷ്ടപ്പെട്ടു. അതിനകത്തിരുന്ന ഒരാളിന് പോലും കേടുവരുത്തിയില്ല. പൗലോസിനെതിരായിട്ട് വിധിക്കപ്പെട്ട 3 കോടതികളിലെ കുറ്റപത്രം ആ ഷിപ്പിനകത്തുണ്ട്. അതും ആ കടലിൽ മുക്കിക്കളഞ്ഞു. ആ കുറ്റപത്രം കൊണ്ടാണ് അടുത്ത കോടതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ കുറ്റപത്രം കൊണ്ടുചെന്ന് കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടും. തമ്പുരാൻ അത് ഉടച്ച് കളഞ്ഞു, ആ കടലിൽ മുക്കിക്കളഞ്ഞു. അടുത്ത കോടതിയിൽ ചെന്ന് നിൽക്കുമ്പോൾ അവിടുത്തെ ന്യായാധിപൻ നോക്കിയിട്ട് പറയും, ഇവൻ യാതൊരു തെറ്റും കാണുന്നില്ല, അവനെ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. ദൈവത്തിന്റെ പദ്ധതി നമ്മളെ സ്വതന്ത്രമാക്കുവാൻ വേണ്ടിയിട്ട് ദൈവം കൊണ്ടുപോകുന്ന ആ കാര്യപരിപാടി വെന്റിലേറ്ററിൽ വെച്ച് പിശാചു നന്നായിട്ട് വാദിച്ചു. ശവം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, ശവപ്പെട്ടിക്കകത്ത് ഒതുക്കാൻ വേണ്ടിയിട്ട് പിശാച് ശരിക്കും ബാധിച്ചു. മദ്യം തന്നും, മയക്കുമരുന്ന് തന്നും, കഞ്ചാവ് തന്നും, മഞ്ഞപ്പിത്തം വരുത്തിയും, കിഡ്നി ഫെയിലാക്കിയും, ജയിലിലടച്ചും, പല നിലകളിലൂടെ ഒതുക്കി നമ്മെ വെറും ഒരു ചിത്രമാക്കി മാറ്റാൻ വേണ്ടിയിട്ട്, സാധാരണ ഭാഷയിൽ പറയും ഒരു പടമാക്കി മാറ്റാൻ വേണ്ടി, ഒരു പോസ്റ്ററായിട്ട് ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടിയിട്ട് പിശാച് വല്ലാതെ ശ്രമിച്ചു. പക്ഷെ കർത്താവ് വിട്ടുകൊടുത്തില്ല. സ്തോത്രം. കർത്താവ് വിട്ടുകൊടുക്കാത്തത് കൊണ്ട് ഒരുപാട് പേരുടെ വിടുതലിന് മുഖാന്തരമായി തീരുന്ന ഒരു സാക്ഷ്യം, ആമേൻ, ഇന്ന് പറയുവാൻ കർത്താവ് സഹായിച്ചു. ഈ സാക്ഷ്യം ഒരുപാട് പേരുടെ വിടുതലിന് കാരണമായി തീരും. പിശാച് ഇങ്ങനെ യോബിന്റെ ജീവിതത്തില് യോബിനെ എതിരായിട്ട് വാദിക്കാൻ നിന്നത് പോലെ പല മേഖലകളിൽ യോബിനെതിരായി പിശാച് മുന്നിൽ നിന്നു. പക്ഷെ കർത്താവ് വിട്ടുകൊടുത്തില്ല. കർത്താവ് പറഞ്ഞു, ഇവനെ പോലൊരു മനുഷ്യൻ, നിഷ്കളങ്കൻ, നേരുള്ളവൻ, കർത്താവ് സാക്ഷ്യം പറഞ്ഞ് മാറ്റി നിർത്തി കർത്താവിന് വേണ്ടി ഒരു വ്യക്തിയെ മാറ്റി നിർത്തി നിലകൊള്ളുവാൻ ദൈവം നിർത്തിയതുപോലെ പ്രിയ കർത്താവിന്റെ ദാസൻ സജീവനെ ദൈവം മാറ്റി നിർത്തി ഇന്നും നിർത്തിയിരിക്കുന്നതിന്റെ പിന്നിൽ വലിയ ദൈവത്തിന്റെ വലിയ പരിപാടികളുണ്ട്. ആ ശുശ്രൂഷ തുടരുക ദൈവദാസനെ. ആ ശുശ്രൂഷയിൽ മുന്നോട്ട് പോവുക. സ്തോത്രം. പിശാച് ഒരു പക്ഷെങ്കിൽ ജീവിതത്തിൽ പല അവസരങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ വന്നതുപോലെ ഇനിയും ഒരു പക്ഷെങ്കിൽ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറച്ചുകൊള്ളുക, സ്തോത്രം, ദൈവത്തിന്റെ കരം, ആമേൻ, അവസാന നിമിഷം വരെ ദൈവദാസനോടൊപ്പം. അതുകൊണ്ടാണ് ഹനന്യ, വസരിയേൽ, മീശായേൽ, ദാനിയേൽ, എബ്രായ ബാലന്മാർ പറഞ്ഞത്, ഈ തീയിൽ നിന്ന് വിടുവിച്ചാലും സിംഹക്കുഴിയിൽ നിന്ന് വിടുവിച്ചാലും ഇല്ലെങ്കിലും ഈ ദൈവത്തെ ഞങ്ങൾ തള്ളി പറയത്തില്ല എന്ന് പറഞ്ഞ് അവർ ഉറച്ചു നിന്നത്. ആമേൻ. ആ ദൈവം കർത്താവിന്റെ ദാസനോടും കൂടെയുണ്ട്. ആമേൻ. അന്ന് അവർക്ക് തീയും സിംഹക്കുഴിയുമായിരുന്നു അവർക്ക് ലഭിച്ച ശിക്ഷാ നടപടിയെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരുന്നത് മറ്റ് പല രൂപങ്ങളിലും ഭാവങ്ങളിലുമാണ്. ആ ദൈവം നമ്മുടെ കൂടെയുമുണ്ട്. ഈ ദൈവം കർത്തൃദാസന്റെ കൂടെ അവസാനത്തോളം ആമേൻ നിൽക്കട്ടെ. ദൈവഭക്തന്മാരോടൊപ്പം നിൽക്കട്ടെ. ഇന്നൊരുപാട് വെല്ലുവിളികളുടെ നടുവിലൂടെ ദൈവസഭ, ദൈവദാസന്മാർ, ദൈവ മക്കൾ, അവരുടെ തലമുറകൾ കടന്നു പോകുന്നു. ആമേൻ. ഈ ശക്തനായ ദൈവത്തെ ആമേൻ വിട്ട് പിന്മാറാതെ അവസാനത്തോളം ആമേൻ നമുക്ക് ആമേൻ ആ ജയക്കൊടി ആമേൻ ഉയർത്തുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. കർത്തൃദാസനോടുള്ളതായ നന്ദി, സ്നേഹവും കടപ്പാടും ഇത്തരണത്തിൽ അറിയിക്കുന്നു. സൗഖ്യത്തോട്, ആരോഗ്യത്തോടെ, ദീർഘായുസത്തോടെ കർത്താവിന് വേണ്ടി ഇനിയും ശക്തമായി സാക്ഷ്യം വഹിപ്പാൻ, നിലകൊള്ളുവാൻ, അനേകരെ തീയിൽ നിന്ന്, നാശത്തിൽ നിന്ന്, മദ്യത്തിൽ നിന്ന്, മയക്കുമരുന്നിൽ നിന്ന്, കഞ്ചാവിന്റെ അടിമത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവദാസന്റെ സാക്ഷ്യവും ജീവിതവും ഉപകരിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയിൽ കടന്നു വന്ന് ഇങ്ങനെ ഒരു സാക്ഷ്യം പ്രസ്താവിക്കുവാൻ സ്വർഗം കൃപ ചെയ്തല്ലോ. ദൈവദാസനോടും ദൈവത്തോടുള്ളതായ നന്ദി ഇത്തരത്തിൽ അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രേക്ഷകരെ, ഈ സാക്ഷ്യം നിങ്ങളെ എത്രത്തോളം ഏതെല്ലാം മേഖലകളിൽ സ്വാധീനിച്ചു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ സാക്ഷ്യം മുഴുവനുമായി കേൾക്കുന്ന ഒരു വ്യക്തിയെ
ജീവിതത്തിൽ കർത്താവിന്റെ സ്നേഹം രുചിച്ചറിയുവാൻ ഇതിനപ്പുറത്ത് ഇനി എന്നാ വേണം? സ്തോത്രം. ദൈവവചനം വായിക്കുകയും ആത്മീയ സന്ദേശങ്ങളൊക്കെ കേൾക്കുകയും ചെയ്യുന്ന നമുക്ക് ഒരു പക്ഷെങ്കിൽ ഒരു വചനത്തെ ഒരു വചനം കൊണ്ട് ഖണ്ഡിക്കുവാൻ കഴിയും, അല്ലെങ്കിൽ ഒരു പ്രസംഗത്തെ ഒരു പ്രസംഗം കൊണ്ട് ഖണ്ഡിക്കുവാൻ കഴിയും. എന്നാൽ ഒരു അനുഭവത്തെ മറ്റൊരു അനുഭവം കൊണ്ട് ഖണ്ഡിക്കാൻ കഴിയത്തില്ല. ഇങ്ങനെയുള്ള ജീവിതാനുഭവങ്ങൾ കേൾക്കുന്ന വാത്സല്യ സഹോദര സഹോദരി, ഞങ്ങളെ കേൾക്കുന്ന ഏതെങ്കിലും ഒരു മദ്യപനായ അല്ലെങ്കിൽ ഒരു ലഹരിക്കടിമയായ ഒരു വ്യക്തി ലോകത്തിന്റെ ഏതെങ്കിലും കോണുകളിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്നെങ്കിൽ, അവയ്ക്കൊന്നും തരാത്ത സമാധാനവും സന്തോഷവും സുഖവും കർത്താവായ യേശുക്രിസ്തുവിലൂടെ, യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ അനുഭവത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാപ്യമാണ് എന്ന് ഈ സാക്ഷ്യം ബോധ്യപ്പെടുത്തുകയാണ്. ആകയാൽ നിങ്ങൾ ഈ സാക്ഷ്യം കേൾക്കൂ, ആവർത്തിച്ച് കേൾക്കൂ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. വിടുതൽ ആഗ്രഹിക്കുന്നവർക്കൊക്കെ, ഏതെല്ലാം മേഖലകളിൽ വിടുതൽ ആഗ്രഹിക്കുന്നുണ്ടോ അവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരിത് കേൾക്കട്ടെ, അവരുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടട്ടെ. സ്തോത്രം. നമുക്ക് പോയി പറയുവാൻ കഴിയാത്ത ഇടത്ത് ഈ സാക്ഷ്യം നിങ്ങൾ അയച്ചു കൊടുക്കുക. അവർ കേട്ട് അവരുടെ ജീവിതത്തിൽ വിടുതൽ ഉണ്ടാവും. ദൈവം പ്രവർത്തിക്കും. ദൈവത്തിന് പ്രവർത്തിക്കാൻ വേണ്ടി ഈ സാക്ഷ്യം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കൂ. ദൈവം നാം മഹിമപ്പെടട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം നിങ്ങൾക്ക് സംബന്ധിക്കുവാൻ അവസരമുണ്ട്. ഇന്ന് തന്നെ ഞങ്ങളുടെ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com